വളരെയധികം സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ ഇങ്ങനെ ഒരു സെയിൽസ് മാനേജർ എന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫിജി കടന്ന കൺസെപ്റ്റ് ഇല്ലെങ്കിൽ പോസിബിൾ അല്ല, അല്ലെ? പക്ഷെ ഫിജി കടന്ന കൺസെപ്റ്റ് കിട്ടിയത് കൊണ്ട് മാത്രം പല വീട്ടമ്മമാരും പല എന്താ പറയാ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പല ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ സ്വപ്നങ്ങളൊക്കെ കുഴികുത്തി കുഴിച്ചു മൂടിയവിടെ നിന്നും ആ ഒരു കുഴിയൊക്കെ മാന്തി പുറത്തെടുത്ത് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജിക്കാട്ട്, അല്ലെ? നമുക്ക് കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. ഓരോ വീട്ടമ്മമാരുടെ മാറ്റങ്ങള്. അതിൽ ആദ്യം നമ്മുടെ മെഹറുനിസ മാമിനും അതുപോലെ തന്നെ ഷിഫാന മാമിന് നേരത്തെ അതായിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, ഒരു കൺഗ്രാജുലേഷൻസ് പറയാണ്. മെഹറുനിസ മാം ഇപ്പൊ ജസ്റ്റ് 2 ഡേയ്സ് മുന്നേ തന്നെ റാങ്കില് പുതിയ എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. മാഡത്തിന് ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ് പറയണു. അപ്പൊ നമ്മുടെ ടീമിലുള്ള ഓരോ വിജയങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ചിന്തിക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഓരോ റാങ്കിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക, കുറെ ആളുകളുടെ അപ്രീസിയേഷൻ കിട്ടുക പറയണത് നമുക്ക് ചിലപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ ഇന്ന് വരെ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൈക്കുമ്പിളിലേക്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ റാങ്ക് പറയുമ്പോൾ വളരെയധികം അഭിമാനം തോന്നാനുള്ള ഒരു കാര്യമുണ്ട്. നഴ്സിംഗ് എന്ന് പറയുന്ന മേഖല വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. കാരണം വേറൊരു ജോലി എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് നമ്മുടെ വീട്ടിലത്തെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ ജോലി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും നെക്സ്റ്റ് എന്ത് ജോലി എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ മൈൻഡിൽ നഴ്സിംഗ് ഒരു ഇതായിരുന്നു. പക്ഷെ അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ വിട്ട് പഠിപ്പിച്ച് അതിന്റെ ലെവലിലേക്ക് എത്തിക്കാനൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്തു, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അത് ചെയ്തു. നമ്മളെ മുതലെടുക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക, പൈസ എന്ന് പറഞ്ഞ സാധനം അവിടെ വളരെ കുറവായിരുന്നു. പക്ഷെ എന്നാലും ആ ഇഷ്ടപ്പെട്ട മേഖല ആയതുകൊണ്ട് അത് അങ്ങനെയാണല്ലേ, ഏതൊരു മേഖലയിലും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ക്യാഷ് നോക്കില്ല, അല്ലെ? നമ്മുടെ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്ന ജോലി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ നോക്കുള്ളൂ. പക്ഷെ അതൊരു ഫാമിലി ആയിട്ട് മാറുന്ന സമയത്ത് കുറെ ആളുകൾ നമുക്ക് തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്ന കുറെ ആളുകൾ വരും, അല്ലെ? നീ ഇത്രയും ചെയ്തിട്ട് എന്ത് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ആലോചിച്ച് ശരിയാണല്ലോ എന്നുള്ള ചിന്തിക്കുക. അപ്പൊ മാരേജ് കഴിയുന്നവരെയൊന്നും എനിക്കും അങ്ങനെ ഒരു ക്യാഷിന്റെ ഇഷ്യോ അല്ലെങ്കിൽ അതോ ഭയങ്കര ശമ്പളം ഭയങ്കര കുറവാണല്ലോ എന്നൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ നീ ഇത്ര ദിവസം പണിയെടുത്തിട്ട് ഒരു ദിവസം ശരിക്കും നിനക്ക് എന്താ ശമ്പളം എന്ന് ചോദിച്ച സമയത്ത് അപ്പോഴാണ് ശരിക്കും ചിന്തിച്ചത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളരെയധികം മുതലെടുക്കുന്നുണ്ടല്ലേ ഇവരൊക്കെ എന്നുള്ള ചിന്ത വന്നത്. പക്ഷെ എന്നാലും ആ ഒരു ജോലി വിടാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ നമുക്ക് അവിടെ കുറച്ച് എന്താ പറയാ കർശനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും, അല്ലെ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ കഴുത്തിൽ കുരുക്ക് വീണ അവസ്ഥയാണ്, അല്ലെ? കുറെ ആളുകളുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ നമ്മൾ കുറച്ചൊന്ന് വാശി പിടിച്ച കാര്യം നടക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാല് വാശി പിടിച്ച കാര്യം നടത്താനൊന്നും പറ്റില്ല, അല്ലെ? പക്ഷെ കുറെ വാശിയൊക്കെ പിടിച്ച് നോക്കിട്ടോ, കുറെ വാശി പിടിച്ച് നോക്കി അവസാനം ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു, ഇനി നീ എവിടേക്കെങ്കിലും ഒന്ന് ജോലിക്ക് പോ എന്ന് നിങ്ങൾ എന്ന് പറയണോ അന്നാ ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് വിടുന്ന ഒരു തീരുമാനം എടുത്തിട്ട് പിന്നെ ഞാൻ അടിയും വഴക്കൊക്കെ നിർത്തി മിണ്ടാതെ കുട്ടികളെ നോക്കി ഇരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അന്നും ഒന്നും അറിയില്ല. ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയില്ല, MLM എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു ഒന്നും അറിയില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ് കണ്ട് ഈ ബിസിനസ്സിലേക്ക് വരുമ്പോ ആള് പറഞ്ഞു ചെറിയൊരു ഇൻകം വീട്ടിലിരുന്നുകൊണ്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ, ചെറിയ ഇൻകം എന്ന് പറഞ്ഞത് എന്തും ആയിക്കോട്ടെ, എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തല്ലേ പോകാൻ പറ്റാത്തത്, വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ് ഫിജി കാർഡ്. പക്ഷെ ഇതിലിപ്പോ കുറെ പേര്, ഇപ്പൊ ഞാൻ എന്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ കുറെ പേർക്കൊക്കെ എന്റെ എക്സ്പീരിയൻസ് അറിയാൻ ഞാൻ കുറെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പുതിയ ആളുകൾ കുറച്ചധികം ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോ അങ്ങനെ ആ ഒരു ഫ്രണ്ടിനെ വിശ്വസിച്ച് കയറി നിന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് യാതൊരുവിധ ഈ ഒരു മേഖല എന്ന് പറയുന്നതിനെ കുറിച്ച് യാതൊരുവിധ പരിചയം ഇല്ലാത്ത ഒരു മേഖല തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല. പക്ഷെ ഇവിടെ വന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ നമ്മൾ ഓക്കെ ആയിരുന്നു. അല്ലെങ്കിൽ എന്നെ ഈ ഒരു വ്യക്തി ഇപ്പോ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി പിന്നീട് നമുക്കൊരു ഹെൽപ്പിനും ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ, അതുകൂടി പറയാണ്. കാരണം ഇപ്പൊ കുറെ പേര് പറയില്ലേ, എന്നെ കൊണ്ടുവന്ന വ്യക്തി എന്നെ ഹെൽപ്പ് ചെയ്യണില്ല മാഡം, അവരെന്നെ സഹായിക്കണില്ല മാഡം, വിളിച്ച ഫോൺ എടുക്കണില്ല മാഡം. എന്നെ കൊണ്ടുവന്ന വ്യക്തി പ്ലാറ്റ്ഫോമിലേ ഇല്ല. അത് ഇന്നല്ല, തുടക്കം തൊട്ടിട്ടേ ഇല്ല. തുടക്കത്തിൽ ഇവിടെ കൊടന്നാക്കിയിട്ട് എന്തോ നല്ല സമാധാനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ ഒരു നന്ദി എന്നും ഞാൻ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഓർക്കട്ടെ. പക്ഷെ ആ ആളോട് ഞാൻ ഒരുപാട് നന്ദി എന്നും നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം ആ ആളുടെ സ്റ്റാറ്റസ് കണ്ടത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് എന്നത് ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് നന്ദി, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്നും ഉണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നു, നല്ല ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതിനൊരിക്കലും നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോ കുറെ പേര് ഉള്ള ആളുകളെയാണ് കുറ്റം പറയണത്, നമ്മളിവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ച് എന്ത് പറയാനാണ്, അല്ലെ? അപ്പോ അങ്ങനെ നമ്മുടെ അടുത്ത് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ഇല്ല എന്നുള്ളതാണ്.
രമ്യ മാഡം ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ മാമിന്റെ തന്നെയാണ് അവസ്ഥ എന്ന് പറയും. അങ്ങനെ കുറെ ലീഡേഴ്സ് ഇവിടെ വിജയിച്ച് വന്നിട്ടുള്ള കുറെ ലീഡർമാരുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല, പക്ഷെ അവർ ഉറപ്പായിട്ട് വിജയിച്ചിട്ടുണ്ടാവും. എന്താ കാരണം എന്നറിയോ? ഇവിടെ കുറ്റം പറഞ്ഞ് നിൽക്കാനൊന്നും നമുക്ക് എന്തില്ല, ആളുകളില്ല അല്ലെ. ഞങ്ങളിപ്പോ ഇങ്ങനെ കുറെ പറയണോ, അയ്യോ ഞങ്ങളെ കൊടുന്നിട്ടൊന്നും നോക്കിയില്ല എന്ന് പറയുമ്പോ ആര് കേൾക്കാനാ ഉള്ളത് ഇവിടെ? ആരും കേൾക്കാനില്ല. പക്ഷെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇതിലേക്ക് വരുന്ന സമയത്ത് ആ അവസ്ഥകൾ മോശമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ കയ്യിൽ കുറെ ക്യാഷ് ഉണ്ടായിട്ട് വന്നവരാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. നമ്മൾ പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വന്നവരാണ് അല്ലെ. കടങ്ങൾ മേടിച്ചിട്ടായിരിക്കാം, മിസാഫ്, മുത്തൂറ്റ്, കുടുംബശ്രീ അല്ലെ, ഈ പറഞ്ഞതൊക്കെ കടം വാങ്ങിച്ചിട്ടും അങ്ങനെയൊക്കെ വന്ന ആളുകൾ തന്നെയാവും ഒട്ടുമിക്ക ആളുകളും. ഗോൾഡ് പണയം വെച്ചിട്ട് വന്നവരുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ 3 4 പേരോട് കടം വാങ്ങിച്ചിട്ട് വന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടതിലേക്ക് വരുന്ന സമയത്ത് വരുമ്പോ നമ്മുടെ മനസ്സിനുള്ളിൽ കുറെ പ്രതീക്ഷകളുണ്ട്. കാരണം ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ കേൾക്കുമ്പോ ഇതൊക്കെ കിട്ടും എന്നൊരു തോന്നൽ വന്നു. അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ വ്യക്തി പറയാണ്, നീ രക്ഷപ്പെടോടി, ഞാനുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ വിശ്വാസത്തിലൊക്കെ വന്ന ആളുകളായിരിക്കും. പക്ഷെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 3 4 5 6 ആളോട് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിധി എഴുതി, എനിക്ക് പറ്റിയ പണിയല്ല ഫിജി കാർഡ് എന്നൊരു വിധി നമ്മൾ തന്നെ സ്വന്തം എഴുതുകയാണ് അല്ലെ. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ലീഡർമാരോട് ചോദിച്ച് പഠിക്കാൻ തയ്യാറായി. കുറെ തെറ്റുകൾ വന്നിട്ടുണ്ട്, തെറ്റുകൾ തിരുത്താൻ തയ്യാറായി. എക്സ്ക്യൂസുകൾ പറയാതിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു, പറഞ്ഞ സമയങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. തുടക്കത്തിൽ തൊട്ടിട്ട് ഞാൻ വളരെ ഡീസന്റ് ഒന്നും ആയിരുന്നില്ല. തുടക്കത്തിലൊക്കെ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അയ്യോ മേഡം ഇപ്പൊ വേണോ മാം, ഇപ്പൊ ചെയ്യണോ മാം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മാഡത്തിന് രക്ഷപ്പെടണ്ടേ എന്നൊരു ചോദ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ എന്ത് ചെയ്യില്ല, പിന്നെ ഒന്നും അവിടെ മിണ്ടില്ല. അപ്പൊ അത് 2 3 പ്രാവശ്യത്തെ പറഞ്ഞിട്ടുള്ളൂ. ചെറിയ ചെറിയ എക്സ്ക്യൂസുകൾ, വലിയ രീതിയിലൊന്നും ഇല്ല, ചെറിയ ചെറിയ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പിന്നെ ഒരു തീരുമാനം എടുത്തു, എനിക്ക് എന്ത് ചെയ്താലും വേണ്ടില്ല മാഡം ഇവിടെ വിജയിക്കണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നൊരു തീരുമാനം ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിങ്ങളുടെ എന്നോട് പറഞ്ഞ ഒരു കാര്യത്തിനും ഇന്ന് വരെ എക്സ്ക്യൂസ് ഞാൻ പറഞ്ഞിട്ടില്ല. നുണ പറയാ, എക്സ്ക്യൂസ് പറയാ. കാരണം ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്തറിയോ, എനിക്ക് വിജയിക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് വിജയിക്കണം എന്ന തീരുമാനത്തിലാണല്ലോ ഞാൻ വന്നത് അല്ലെ. അപ്പൊ എനിക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും അങ്ങനെ ചെയ്യണ്ട മാഡം ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതും അവരുടെ ആവശ്യത്തിനല്ല എന്റെ ആവശ്യത്തിനാണ് എന്നൊരു തിരിച്ചറിവ് എന്തോ ദൈവഭാഗ്യം കൊണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഓരോ കുറെ ആളുകൾ വളരെ സ്പീഡിൽ ചെയ്യുന്ന ആളുകളുണ്ട്, കുറച്ച് മെല്ലെ, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ വരാം അല്ലെ. പക്ഷെ ആ തുടക്കം മുതലേ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു എക്സ്ക്യൂസുകളും കൂടാതെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നതിന്റെ പേരിൽ വിജയിച്ച് വന്നിട്ടുള്ള ഓരോരോ ആളുകൾ തന്നെയാണ് ഇതിൽ സക്സസ് ആയിട്ടുള്ള ഓരോ ലീഡേഴ്സിന്റെയും കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ എന്റെ അനുഭവം പറയാണ്. ഇങ്ങനെ വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോ ഇത് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും തയ്യാറായി, നമ്മുടെ കൂടെ കുറച്ചുപേരെ നിർത്താൻ തയ്യാറായപ്പോ ആദ്യം നമ്മുടെ പ്രശ്നമായിരിക്കും വലിയ പ്രശ്നം അല്ലെ. പക്ഷെ കൂടെ വന്നവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ പ്രശ്നങ്ങൾ യാതൊരു വിധ പ്രശ്നങ്ങളും അല്ല എന്നുള്ളത് തിരിച്ചറിവും കൂടി നമുക്ക് കിട്ടി. അപ്പൊ നമുക്കൊരു ചിന്ത വന്നു, എന്ത്, കൂടെ വന്നവരെ രക്ഷപ്പെടുത്തിയാലാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക, കൂടെ വന്നവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊരു ചിന്ത. അപ്പൊ അതിനും നമ്മുടെ ലീഡർമാർ ഇങ്ങനെ പറയട്ടാ, നല്ല കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ മാത്രം ചിന്തിച്ചതുകൊണ്ട് ഒരു വ്യക്തി രക്ഷപ്പെടില്ല അല്ലെ. അവരുകൂടി ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് നമ്മുടെ എം എ മാഡത്തിനും ജസറ മാഡത്തിനും വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ അവര് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ഈ ഒരു തിരിച്ചറിവും കുറെ സമയങ്ങളിലേക്ക് ശേഷം അപ്പൊ നമ്മൾ പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ചുപേര് തയ്യാറായി, അവരിലേക്ക് ഒരു വരുമാനം എത്തുന്നു, കൂടുതൽ നമുക്കൊരു വരുമാനം കിട്ടുന്നു, വളരെയധികം ഹാപ്പിയായി. ഈ ഒരു ബിസിനസ് വളരെ അധികം ആത്മാർത്ഥമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റെടുത്ത് വന്ന വ്യക്തിയാണ് ഞാൻ എന്നുള്ള വ്യക്തി. അപ്പോ നമുക്ക് കുറച്ച് പേര് പ്ലാനും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കുറെ നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഒരു കസ്റ്റമറെ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് എന്നതിന്റെ ഒരു ചെറിയൊരു 8 സ്ട്രാറ്റജിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒരു 8 കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണ് കസ്റ്റമറെ കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത്, നമ്മുടെ എന്ത് ഫാൾട്ട് കൊണ്ടാണ് പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ മൈൻഡിൽ. ഇപ്പൊ നമ്മൾ നേരിട്ട് നമ്മളൊരു കസ്റ്റമറെ കാണാനായിട്ട് പോവാണ്, ഒരു കസ്റ്റമറെ കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. കറക്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിനെ ഒരു ക്രിയേറ്റ് മൈൻഡ് സെറ്റ്, ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മള് ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഞാൻ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയോട് നമ്മുടെ ബിസിനസിന്റെ പ്ലാന് പറയണം. ഇത് പറയുന്ന സമയത്ത് എന്റെ മൈൻഡില് എന്താണോ ഉള്ളത്, ചിലപ്പോ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ചിലപ്പോ ഭയങ്കര കോൺഫിഡൻസിലായിരിക്കും, ചിലപ്പോ നമ്മൾ എന്താ ചിന്തിക്കുക ഒരു വ്യക്തിയെ കാണാൻ പോണ സമയത്ത്, എങ്ങനെയെങ്കിലും ഇവരെ സെയിൽ ഓപ്പൺ ആക്കണം അല്ലെ, എങ്ങനെയെങ്കിലും സെയിൽ ഓപ്പൺ ആക്കിയിട്ട് വേണം അവരെ എന്റെ ഇപ്പുറത്ത് കൊണ്ടേ പ്ലേസ് ചെയ്യാൻ, അവളുടെ ഇപ്പുറത്ത് കൊണ്ടേ പ്ലേസ്, ഇതാണ് നമ്മൾ ചിന്തിച്ചിട്ട് പോണത് അല്ലെ. അവിടെ പോയി 2 വാക്ക് അവർ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കിടക്കണോ അല്ലെ, നമ്മുടെ എല്ലാ മൈൻഡ് സെറ്റും എല്ലാം പോയി അവസാനം അത് നമ്മൾ വിചാരിക്കും അത് നമ്മുടെ ഉള്ളിലല്ലേ, പുറത്തേക്ക് കാണില്ലല്ലോ, ഉറപ്പായിട്ടും പുറത്തേക്ക് കാണും.
നമ്മൾ മൈൻഡിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് നമ്മൾ ചിന്തിക്കണോ ആ കാര്യം ഉറപ്പാണ് നമ്മുടെ മുഖത്ത് കാണിക്കും. അപ്പോ നമ്മൾ ഒരിക്കലും ഒരാളെ നമ്മൾ ഇവിടെ പോയി അവരെ ഇത് സേക്ലോസ് ഉറപ്പാണ് എന്ന് ചിന്തിച്ച് ഒരിക്കലും പോകരുത്. അവര് പറയാവുന്ന നെഗറ്റീവ്സുകൾ, അവരെന്തൊക്കെ കാര്യങ്ങൾ പറയും, അവർക്ക് വരുന്ന ഡൗട്ടുകൾ, അവരെന്തൊക്കെ കാര്യത്തിൽ ഇവിടെ എതിർപ്പ് പ്രകടിപ്പിക്കും, ഇതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി നമ്മുടെ മൈൻഡിൽ കണ്ടിരിക്കണം. ചിലപ്പോൾ നമ്മളിത് പറയുന്ന സമയത്ത് അവർക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ടാവും അല്ലെ. പറയുമ്പോൾ ചിലപ്പോൾ അത് റെഡി ആവുമായിരിക്കും, ചിലപ്പോൾ റെഡി ആയില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് ഉറപ്പാണ് സൈക്ലോസ് എന്ന് പറഞ്ഞ് പോയിട്ട് ചെറിയൊരു നെഗറ്റീവ് കേൾക്കുമ്പോഴേക്കും നമ്മൾ തളർന്നു പോണതിനേക്കാൾ നല്ലത് ചിലപ്പോൾ ഇവരിങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ സക്സസ് ആവുമായിരിക്കും, ഇല്ലെങ്കിൽ ആവില്ലായിരിക്കും. രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് പോകണം. ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും, ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് വരാം എന്നടക്കം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മൈൻഡിൽ ക്ലിയർ ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ മൈൻഡിൽ നമ്മളത് വെച്ചിട്ട് എന്ത് നമ്മളിപ്പോ അവര് നെഗറ്റീവ് ആണെങ്കിൽ പറഞ്ഞത് ഞാൻ ഇപ്പൊ ചെയ്യണില്ല പിന്നെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരണം എന്ന കാര്യം വരെ നമ്മൾ എഴുതിയിരിക്കണം. തീരുമാനം എടുത്തിട്ട് വേണം ഒരു വീട്ടിലേക്ക് കയറി പോകണമെങ്കിൽ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവരവിടെ ഓക്കെ ആയിരിക്കും, നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് ചിലപ്പോൾ എന്താവും ആ സെയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനും ചാൻസ് ഉണ്ട്. നമ്മൾ നമ്മുടെ മൈൻഡിനെ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു സക്സസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ബിസിനസ്സിൽ ഉറപ്പായിട്ടും വിജയിക്കാൻ വന്ന ആളാണ് എന്ന് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവണം. അവർക്ക് തോന്നണം ഇവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്താണെങ്കിലും എനിക്ക് വിജയിക്കാൻ പറ്റും. ഇവൾ എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല, ഫിജിക്കാട്ട് എന്താ പറഞ്ഞാൽ അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ് ഇവൾക്ക്, ഇവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വിജയം ഉണ്ടാവും എന്നൊരു തോന്നൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. കാരണം ആ വ്യക്തിയുടെ മുന്നിൽ നമ്മൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. ആ വ്യക്തിയുടെ മുന്നിൽ നമ്മൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. എനിക്കിതിൽ വിജയിക്കാൻ സാധിക്കും, ഞാൻ വിജയിച്ചിരിക്കും, ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വിജയിച്ചിരിക്കും എന്നൊരു തീരുമാനം നമ്മൾ നമ്മുടെ മൈൻഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മൈൻഡിൽ നമുക്ക് രക്ഷപ്പെടുവോ, ചെയ്യാൻ പറ്റുമോ, നോക്കട്ടെ എന്നൊക്കെ ഒരു തോന്നലാണ് നമ്മുടെ മൈൻഡിൽ നിന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കില്ല എന്നത് ഒരു സ്ട്രാറ്റജിയാണ്. നമ്മുടെ മൈൻഡിനെ സക്സസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു മൈൻഡായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ക്രിയേറ്റ് എ സക്സസ് മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു വ്യക്തിയുടെ മുന്നിൽ പോയിട്ട് ഇരുന്ന് കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ത് തന്നെ വന്നു ഇവളില്ലെങ്കിൽ അടുത്ത ആള്, അല്ലെങ്കിൽ ഇവൻ അല്ലെങ്കിൽ അടുത്ത ഒരു വ്യക്തി എന്ന ചിന്ത നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഇനി ആര് മുഖാന്തരം ആയിക്കോട്ടെ ഈ ഒരു ബിസിനസ് വിജയിച്ചിരിക്കും, എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യമാണ് സെലക്ട് യുവർ ഡെയിലി ആക്ടിവിറ്റി വൈസ്. നമ്മളിപ്പോ ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അല്ലെ, ഡെയിലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പൊ ഇതിലിരിക്കുന്ന എല്ലാ വ്യക്തികളും ഫുൾ ടൈം ആയിട്ട് ജോലിക്ക് പോകുന്ന ആളുകളാണോ വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കില്ല. കുറെ പേര് വീട്ടിലെ പണികൾക്ക്, അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പറയുന്നത് കേട്ടോ. കുറെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യണു, വീട്ടിലത്തെ ജോലികൾ തീർന്നു കഴിഞ്ഞാൽ കുറെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തേക്ക് പോകണില്ല. ആദ്യമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ TV വെക്കുക, സിനിമ കാണുക അല്ലെ. എനിക്ക് മൊബൈൽ നോക്കണ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ റീൽസ് കാണല്, യൂട്യൂബ്, ഇത് ഫേസ്ബുക്ക്, അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് അറിയില്ല അതിനെ കുറിച്ചൊന്നും. നമ്മുടെ മക്കൾ ചെയ്യാൻ പോലും നമ്മൾ പോലും ചെയ്യില്ല, അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ അറിയുമെങ്കിലും പോലും എനിക്ക് വേണ്ടിയിട്ട് സമയം ഇത് കളയാറില്ല. പക്ഷെ ആദ്യം നമ്മൾ കുറെ സിനിമ കണ്ടിട്ടും സീരിയൽ കണ്ടിട്ടൊക്കെ കുറെ സമയം കളഞ്ഞായിരുന്നു. ഇപ്പൊ കുറെ ആളുകൾ റീൽസ് കണ്ടിട്ടും അങ്ങനെയൊക്കെയാണ് കുറെ സമയം കളയുന്നത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം, അതായത് നമുക്ക് ഉപകാരമല്ലാത്ത കാര്യം, എന്താ പറയാ, നമുക്ക് ഉപകാരപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, സമയം കളയരുത് നമ്മൾ എന്നാണ്. കാരണം ആവശ്യമില്ലാത്ത നമുക്കൊരു നല്ലൊരു റിസൾട്ട് തരില്ല എന്നൊരു കാര്യമാണ് നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക. ഡെയിലി ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ നമ്മൾ കുറെ സമയം സിനിമ കണ്ടു, കുറെ സമയം റീൽസ് കണ്ടു, കുറെ സമയം യൂട്യൂബ് നോക്കിയിരുന്നു അല്ലെ, കുറെ ഫേസ്ബുക്ക് നോക്കിയിരുന്നു, കുറെ ആളുകളോട് വെറുതെ വിളിച്ച് എന്ത് ചെയ്തു സംസാരിച്ചു. നമ്മുടെ ഫാമിലി പ്രശ്നങ്ങളും കാര്യങ്ങളും, അപ്പുറത്തുള്ളവരെ കുറ്റം പറയാം, അപ്പുറത്തുള്ളവരെ കുറ്റം പറയാം, ഇത് നമ്മൾ കുറെ എന്ത് ചെയ്യാണ്, വെറുതെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് നമ്മൾ സമയം കളഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തെ അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെങ്കിൽ ചെയ്യുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. ഡെയിലി നമ്മൾ ചെയ്യുന്ന പരിപാടിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ ഒരു റിസൾട്ട് തരാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് ബ്ലെയിം എനിബഡി. നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, പല പ്രശ്നങ്ങളും വരും. കടബാധ്യതകൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അടി ഉണ്ടാവും, വഴക്കുണ്ടാവും, അപ്പുറത്തെ പ്രശ്നം, ഇപ്പുറത്തെ പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം, ഹോസ്പിറ്റൽ കേസ് അല്ലെ. നമുക്കില്ലാത്ത പ്രശ്നങ്ങളില്ല. ഫിജിക്കാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഫിജിക്കാട്ടിൽ വന്ന ആൾക്കാർക്ക് മുഴുവനും ഹോസ്പിറ്റൽ കേസ് വരും, മരണം വരും, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും. എന്താ വെച്ചാ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അത് എന്തുകൊണ്ടാണെന്നറിയില്ല.
ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇന്നലെ മിനിങ്ങാന്നത്തെ ഒരു ഇത് കേട്ടു, ജോലി ഇല്ല എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ജോലി ഇതിൽ വരുന്ന വരെ ജോലിക്ക് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഫിജി കാർഡ് ഐഡി അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും. ഇനി ഇതിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ റിസൾട്ട് കിട്ടാനുണ്ടെങ്കിൽ നോക്കിയിരുന്നോളൂ കേട്ടോ, ഉറപ്പാ നിങ്ങൾക്ക് ജോലി കിട്ടും. കാരണം പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അവിടെ നമ്മൾ കടബാധ്യത, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, എനിക്ക് വീട് വെക്കണം, കാറ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ എന്റെ കടങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സമാധാനമായി സ്വസ്ഥമാവണം എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകളായിരിക്കും. ആ വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇല്ലാത്ത തിരക്കില്ല, ഫിജി കാർഡ് ചെയ്യാനേ സമയം കിട്ടില്ല. അപ്പൊ നമുക്ക് പല പ്രശ്നങ്ങളും വരുമ്പോ അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മൾ എന്താണ്, മറ്റുള്ളവരെ കുറ്റം പറയുക, കുറെ ചെയ്യുക അല്ലെ. എന്റെ അച്ഛനും അമ്മയും നമുക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് നന്നായി നോക്കണില്ല അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ നമുക്ക് കാരണങ്ങൾ വേണമല്ലോ. കാരണം വിജയിക്കാതിരിക്കാൻ കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. കുറെ കടബാധ്യതകൾ വന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നു, ഇങ്ങനെ തന്നു, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല, എത്ര സാലറി കിട്ടിയിട്ടും എനിക്ക് എന്തില്ല, കാര്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പല ആളുകളെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. നമ്മുടെ അച്ഛനെ, അമ്മേനെ, ഭർത്താവിനെ, അനിയനെ, ഏട്ടനെ പറഞ്ഞെന്തി ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അവരത് ചെയ്തു തരാത്തോണ്ടാണ് എനിക്ക് എന്റെ ജീവിതം ഇങ്ങനെയായി പോയത് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ കയ്യിൽ നല്ല നല്ല അവസരങ്ങൾ ദൈവം കൊണ്ട് തരുന്നുണ്ട് പല രീതിയിലും. ഫിജി കാർഡ് എന്ന് അങ്ങനെയല്ല കേട്ടോ, എന്ത് കാര്യമായിക്കോട്ടെ നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ തരാനും നല്ല നല്ല വരുമാനത്തിലേക്ക് എത്താനോ രക്ഷപ്പെടാനോ നമ്മുടെ കയ്യിൽ നിന്ന് അവസരം കിട്ടിയിട്ട് നമ്മൾ എത്ര പേര് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ കാര്യങ്ങളിൽ വിജയിക്കാതിരുന്നിട്ടുണ്ട് നമ്മളെങ്കിൽ ഈ മുന്നേ പറഞ്ഞിട്ടുള്ള ക്രിയേറ്റ് മൈൻഡ് സെറ്റ്, സക്സസ് മൈൻഡ് സെറ്റ് ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നോക്കിക്കൊണ്ടോ കണ്ടുകൊണ്ടോ നമ്മൾ സമയം പോക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്തില്ലാത്തത്, ഇവിടെ രക്ഷപ്പെടാനായിട്ട് സാധിക്കാത്തത് അല്ലെങ്കിൽ പറ്റാത്തത്. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അവിടെ ഒരാളെയും കുറ്റം പറയാൻ നമുക്ക് ഉണ്ടാവില്ല, കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരി നമ്മൾ മാത്രമാണ് എന്ന ബോധം നമ്മളിൽ ഓരോരുത്തരിൽ ഉണ്ടാവണം. എനിക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കണു അല്ലെ, എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് എന്റെ മാത്രം കുറ്റാണ് എന്നുള്ള അവബോധം നമ്മളിൽ ഓരോരുത്തരിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ മാത്രം കുറ്റാണ് നമ്മൾ വിജയിക്കാത്തത്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കി തരാൻ പറ്റാത്തതോ ഭർത്താവിന് ഉണ്ടാക്കി തരാൻ പറ്റാത്തതോ അവരുടെ ഫെയിലിയർ അല്ല അല്ലെ, അത് നമ്മളിൽ പെടില്ല. അത് അവര് ചിന്തിക്കുന്ന, അവർക്കുണ്ടാവില്ലേ സ്വപ്നങ്ങള്, അവർക്കുണ്ടാവും നല്ല നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കണം, ജോലി വാങ്ങി കൊടുക്കണം എന്നൊക്കെ ചിന്ത ഉണ്ടാവും. അവർക്കവിടെ എത്തിപ്പെടാൻ പറ്റുന്നത്ര അവർ നമുക്ക് ചെയ്തു തന്നിട്ടും ഉണ്ടാവും അല്ലെ. എന്നിട്ട് വീണ്ടും നമ്മൾ എന്താ പറയണത്, അവര് നേരാവണം ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലെ. അപ്പൊ നമ്മുടെ മാത്രം കുറ്റമാണ്, നമ്മുടെ മാത്രം തെറ്റാണ് എന്ത്, നമ്മൾ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, നാലാമത്തെ കിൽ യുവർ ഫെയിലർ ബൈ ഡൂയിങ് ബോൾഡ് ആക്ഷൻസ്. നമ്മള് ചെറിയ അതായത് ഇപ്പൊ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവാൻ നമുക്ക് പേടിയാണ്. അതായത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ നമുക്ക് പേടിയില്ല. പക്ഷെ വലിയ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ നമുക്ക് പേടിയാണ്. കാരണം എന്താ പറയുക, അത് എന്നെ കൊണ്ട് നടക്കില്ല, അത് നമ്മൾ നേരത്തെ തന്നെ അവിടെ വിധി എഴുതുകയാണ്, അത് എനിക്ക് പറ്റില്ല, ഇതാണെങ്കിൽ പിന്നെയും നോക്കാം എന്നുള്ളത്. പക്ഷെ നമ്മൾ കുഞ്ഞു സ്വപ്നങ്ങളോ കുഞ്ഞു കാര്യങ്ങളോ എനിക്ക് നേടിയെടുക്കാം എന്നുള്ള തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുള്ളൂ, പ്രയത്നിക്കുള്ളൂ. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയില്ല അല്ലെ. അപ്പൊ ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ചെറിയ കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വിജയിക്കാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് വലിയ കാര്യങ്ങളിലേക്ക് തീരുമാനം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സക്സസിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ നേരത്തെ കൂട്ടി വിധി എഴുതാതിരിക്കുക. ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ഇന്ന റാങ്കിലേക്ക് എത്തണം, അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ 2 മാസത്തിനുള്ളിൽ എനിക്ക് ഇന്ന റാങ്കിലേക്ക് എത്തണം ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തകൾ ഇപ്പൊ നമ്മള് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക അല്ലെ. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ പറയുക എന്താ വെച്ചാൽ കുഞ്ഞു ഗോളുകൾ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ ചെറിയ ഗോളാണ്, ആ ചെറിയ റാങ്കിലേക്ക് നമുക്ക് ഇന്ന സമയത്ത് എത്തിപ്പെടണം എന്നുള്ളത് ഒരു ഗോളാണ്. പക്ഷെ നമ്മൾ മറ്റുള്ള പ്രശ്നങ്ങൾ കുഞ്ഞു വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഇത്ര മണിക്കാണ് രാവിലെ എഴുന്നേൽക്കാറ്, അപ്പൊ എനിക്ക് ഇനി മുതൽ ഇത്ര മണിക്ക് എഴുന്നേറ്റേ പറ്റുള്ളൂ എന്നൊരു തീരുമാനം നമ്മുടെ ഇപ്പൊ എനിക്ക് എന്റെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇത്ര ടൈം നമുക്ക് വേണം. അപ്പൊ ആ ടൈമിന് വേണ്ടി ഞാൻ എന്റെ വീട്ടിലെ ഇന്ന കാര്യം ഞാൻ ഒഴിവാക്കും, അല്ലെങ്കിൽ അത് ഇത്ര നേരത്തെ നീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അത് ഞാൻ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, ഫിജി കടന്ന കൺസെപ്റ്റ് നമ്മുടെ ബിസിനസിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ തയ്യാറാണ് എന്ന തീരുമാനങ്ങൾ അത് കുഞ്ഞു തീരുമാനമാണ്. അതേപോലത്തെ വലിയ തീരുമാനങ്ങൾ നമുക്ക് ആ ബിസിനസിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാനായിട്ട്, നമുക്ക് വിജയിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിൽ കുഞ്ഞു അതായത് നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ തീരുമാനം എടുക്കരുത്. ഒരിക്കലും വിജയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അത് നടക്കില്ല എന്നൊരു തീരുമാനം നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ ഉണ്ടാവരുത്. അത് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് വിജയിക്കാനോ അതിലേക്ക് സക്സസ് ആവാനോ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതുപോലെ 5-മത്തെ മേക്ക് എ ക്ലിയർ വിഷൻ. നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം.
നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമ്മളിപ്പോ ഫിജി കിടന്ന കൺസെപ്റ്റിൽ ഐഡിയ അടിച്ചു. എല്ലാവരും കറക്റ്റ് ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാ ട്രെയിനിങ്ങുകളും ചിലപ്പോൾ കയറുന്ന ആളുകളായിരിക്കും. ലീഡറുമായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കുറെ സമയങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മൾ അവിടെ ഇൻവിറ്റേഷൻ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കുറെ നമുക്ക് എന്ത് വരാം, കുറെ ഫാൾട്ടുകൾ വരാം. അവിടെ കുറെ പേര് നെഗറ്റീവ് പറയും, കുറെ പേര് പോസിറ്റീവ് പറയും, കുറെ പേര് ഐഡിയ അടിക്കും, കുറെ പേര് പിന്നെ വരാന്ന് പറയും അല്ലെ. പല റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാവുമ്പോൾ പല റിസൾട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ തിരുത്താൻ കുറെ പേര് ശ്രമിക്കും, കുറെ പേര് തിരുത്താൻ ശ്രമിക്കില്ല. കാരണം അവർ നേരത്തെ തീരുമാനിച്ചു എന്ത്, ഇനി എന്നെ കൊണ്ട് ഈ പണി നടക്കില്ല എന്ന തീരുമാനം എടുക്കുന്നവർ എന്ത് ചെയ്യില്ല, പിന്നീട് നമ്മൾ അത് തിരുത്തി പോവാൻ മുന്നോട്ട് പോവാൻ തയ്യാറാവില്ല. കുറെ പേര് അത് തിരുത്താൻ തയ്യാറായിട്ട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇനി ഞാൻ മാറ്റി ഞാനൊന്ന് ചിന്തിച്ച് നോക്കട്ടെ, മാറ്റി ഒന്ന് പ്രവർത്തിച്ച് നോക്കട്ടെ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, തീരുമാനിക്കും അല്ലെ. അങ്ങനെ തീരുമാനിച്ചു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മൾ എന്താണോ ചെയ്തത്, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പോക്ക് എവിടേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും ഇനി എത്തിച്ചേരുക എന്നത് നമ്മളൊന്ന് മൈൻഡിൽ ഒന്ന് കാണാം. വിഷൻ, നമ്മുടെ ആ ഒരു വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ. നമ്മൾ ഇങ്ങനെ ലെവൽ പോയി കഴിഞ്ഞാൽ അടുത്തൊരു മാസം ഞാൻ എന്താവും, അടുത്ത വർഷത്തിലേക്ക് എന്റെ പോസ്റ്റ് എന്തായിരിക്കും, അടുത്ത വർഷത്തേക്ക് എന്റെ ലൈഫ് എങ്ങനെയുള്ളതായിരിക്കും എന്ന ഒരു ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് നെക്സ്റ്റ്, അടുത്തത് എന്തായിരിക്കും എന്നുള്ള ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള എനർജി, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹങ്ങളോ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ തെറ്റുകൾ നമ്മൾ തെറ്റി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് കിട്ടും, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ റിസൾട്ടിലേക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കും. ലീഡർമാരുടെ സഹായങ്ങൾ നമ്മൾ ചോദിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മെയ് ക്ലിയർ വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എവിടേക്കാണ് എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും എന്റെ ലൈഫ്, അല്ലെങ്കിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ എന്റെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ, നമ്മുടെ ജീവിതത്തിൽ എവിടെ നമ്മൾ എത്തിപ്പെടാൻ പോകുന്നു എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഒരു കസ്റ്റമറെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു വിഷൻ നമുക്ക് ഉണ്ട് എന്നുള്ളത് ഒരാളോട് പറയണം അല്ലെ. അപ്പൊ ഞാൻ പറയണം, എനിക്ക് അടുത്ത 6 മാസത്തിനുള്ളിൽ എനിക്ക് ഇന്ന റാങ്കിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഈ റാങ്ക് അച്ചീവ് ചെയ്തിരിക്കും എന്നത് നമ്മൾ ഉറപ്പിക്കുകയാണ് ഒരാളുടെ മുന്നിൽ. ഞാൻ പറയാണ്, അടുത്ത 6 മാസത്തിൽ എന്റെ റാങ്ക് ഇന്നതായിരിക്കും മാഡം, ഇത്ര ലക്ഷം രൂപ അപ്പോഴേക്കും എനിക്ക് വരുമാനമായിട്ട് വന്നിട്ടുണ്ടാവും, അടുത്ത 6 മാസം എനിക്ക് എന്റെ ടാർഗറ്റ് ഇതാണ് എന്ന് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയോട് പറയാന്ന് വിചാരിക്കുക. അവരുടെ മൈൻഡിൽ എന്തായിരിക്കും നമ്മളെ കുറിച്ച് അവർ ആലോചിക്കുക? ആളെന്താണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇതിൽ വിജയിക്കും അല്ലെ. അപ്പൊ ഇവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും എന്നൊരു ചിന്തയായിരിക്കും മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മുടെ മൈൻഡ് എന്താണോ, നമ്മൾ മൈൻഡ് സെറ്റ് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ മൈൻഡ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണത്, അല്ലെങ്കിൽ അവർക്ക് തോന്നിച്ചു കൊടുക്കണത്, അതുപോലെ ഇരിക്കും നമ്മുടെ അടുത്ത് കസ്റ്റമർ ബിഹേവ് ചെയ്യണത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾസുകൾ, ഷോർട്ട് ടൈം ഗോളുകൾ സെറ്റ് ചെയ്യാം. ചെറിയ ചെറിയ ഗോളുകൾ ചെറിയ ചെറിയ സമയങ്ങളിനുള്ളിലൊക്കെ, അതായത് ഇപ്പൊ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 1.5 മാസം, അല്ലെങ്കിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ എന്നുള്ള കുഞ്ഞു കുഞ്ഞു ഗോളുകൾ നമ്മൾ എന്ത് ചെയ്ത് വെക്കാം, സെറ്റ് ചെയ്ത് വെക്കാം. കറക്റ്റ് ഡേറ്റും ടൈം, ഇത് നമ്മൾ കുറെ ലീഡർമാർ, നമുക്ക് ലീഡേഴ്സ് കുറെ പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മൾ എഴുതി വെക്കണം എന്നുള്ളത്. നമ്മുടെ ഗോൾ നമ്മൾ എഴുതി വെക്കണം. ഇന്ന ഡേറ്റിലാണ് എന്റെ ഇന്ന റാങ്ക്, അല്ലെങ്കിൽ ഇന്ന റാങ്ക് പോട്ടെ, ഇനിയിപ്പോ റാങ്ക് എന്നുള്ള ലെവലിനേക്കാളും ഇന്ന എത്ര രൂപ ഒരു വരുമാനം ഞാൻ ഈ ഒരു ആഴ്ചനുള്ളിൽ വാങ്ങിക്കും, അല്ലെങ്കിൽ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഇത്ര രൂപ വരുമാനം ഫിജി കടന്ന കൺസെപ്റ്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കും എന്നുള്ള അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗോളുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു അത് കുഞ്ഞു കുഞ്ഞു ഗോളുകളാണ്. അവിടെ നമുക്ക് എന്തില്ല, വലിയ ടെൻഷൻ ആവേണ്ടതോ അല്ലെങ്കിൽ വലിയ വലിയ ഇതിലേക്ക് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല അല്ലെ. അവിടെ നമുക്ക് ആ കുഞ്ഞു കുഞ്ഞു ഗോളുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ഈസി ആയിരിക്കും. ഒരു കുഞ്ഞു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുകയെ, അടുത്ത ഗോൾ ഒരാൾ നമ്മളോട് പറയേണ്ട കാര്യമില്ല, അടുത്ത ഗോൾ നമ്മൾ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യും. അടുത്ത ഗോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഗോൾസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് ക്രിയേറ്റ് എ സക്സസ് സ്ട്രാറ്റജി. നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റികൾ നമ്മളിപ്പോ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കുറെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്തോ ആയിക്കൊള്ളട്ടെ, ഈ ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഇനി എന്ത് ആക്ഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്, ഇനി എന്റെ ഒരു ഇതില് എന്റെ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ എന്ത് മാറ്റാണ് വരുത്തേണ്ടത് എന്നുള്ളൊരു ചിന്ത നമ്മൾ സ്വയം ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഒരാളോട് നമ്മൾ പറയുകയാണ്, നമ്മുടെ ലീഡർ നമ്മളുടെ അടുത്ത് പറയുകയാണ്, മേഡം നിങ്ങൾ ഇങ്ങനെ ചെയ്യണതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയണതും നമ്മൾ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഇതുവരെ ഇങ്ങനെ പറ്റിയിട്ടുള്ളൂ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്നൊരു ചിന്ത നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ സ്വയം ചിന്തിക്കുകയാണ്, എനിക്ക് ഈ ഒരു ഇതിൽ
ഐഡി എല്ലാരും റീജോയിൻ ചെയ്യുക. മൈക്കൊക്കെ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. പക്ഷേ ഫുഡ് ആവറേജ് ആണെങ്കിലും ഇത്രയും വലുതാണെങ്കിൽ ഞാൻ കഴിച്ചോളൂ. എന്നോ എപ്പോഴും ബർഗർ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ പേര് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ, ഐ ഡി റീജോയിൻ ചെയ്യേണ്ട കാര്യം അറിയാത്തവരുണ്ടാവും. ലീഡേഴ്സ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റികൾ നമുക്ക് മാറ്റം വരുത്തണം, നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാനായിട്ട് നമ്മൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് എനിക്ക് സക്സസ് ആവാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ റിമൂവ് ദ നെഗറ്റീവ് ബാഗേജ് ഫ്രം ദി പാസ്റ്റ്. ഇപ്പൊ നമ്മൾ മുൻപ് ഇപ്പൊ നമ്മളെ കുറെ പേര് പിന്നിലേക്ക് വലിക്കും അല്ലെ. രാജേഷ് സാറിന്റെ മൈക്കൊന്ന് ഓഫ് ചെയ്യൂ സാർ. രാജേഷ് സാർ, ഓക്കെ. അപ്പൊ നമ്മളെ കുറെ പേര് പിന്നിലേക്ക് വലിക്കാനുണ്ടാവും. നിനക്ക് ഇത്രയല്ലേ വിദ്യാഭ്യാസം ഉള്ളൂ, അല്ലെങ്കിൽ നീ ഇതല്ലേ പഠിച്ചിട്ടുള്ളൂ, നിനക്ക് ഇതിനൊക്കെ നടക്കും, നിനക്ക് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ നിന്റെ പാസ്റ്റ് ഇന്നതായിരുന്നില്ലേ, നീ പറഞ്ഞ ആരെങ്കിലും ഒക്കെ കേൾക്കുവോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് നമ്മളെ പിന്നിലേക്ക് വലിക്കാൻ ഒരുപാട് പേരുണ്ടാവും അല്ലെ. നെഗറ്റീവ് പറഞ്ഞ് നടക്കില്ല എന്ന് തീരുമാനം നമ്മളെ കൊണ്ട് എടുപ്പിക്കാനുള്ള കുറെ പേരുണ്ടാവും. നടക്കുമെന്ന് തീരുമാനം എടുപ്പിക്കാൻ ആരും ഉണ്ടാവില്ല, പക്ഷെ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ കുറെ പേരുണ്ടാവും നമ്മുടെ ഒപ്പം നിൽക്കാൻ. പക്ഷെ നമ്മുടെ ചിന്തയിൽ എന്തായിരിക്കണം അറിയോ, അത് കഴിഞ്ഞ കാര്യമാണ് അല്ലെ. കഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, കഴിഞ്ഞ സമയം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ സമയം എനിക്ക് ഇങ്ങനെയായിരുന്നു എന്റെ ലൈഫിൽ വന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണേക്കാളും കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെ. കഴിഞ്ഞ കാര്യം എന്തോ ആയിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടോ ടെൻഷൻ ആയിട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അല്ലെ. നമ്മൾ അവിടെ അത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യമാണ്, നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്, നമ്മുടെ മനസ്സിൽ നിന്നും ലൈഫിൽ നിന്നും മാറ്റി കളയേണ്ട കാര്യമാണ് കഴിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കളയുക, നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെയധികം വിഷമമുള്ളതും അല്ലെങ്കിൽ വെറും മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ മുന്നിൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമ്മളെ കൊണ്ട് ഒന്നിനും സാധിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് എന്തുകൊണ്ട് അതിന് മാറ്റം വരുത്തിക്കൂടാ എന്നുള്ള ചിന്ത നമ്മളിൽ തന്നെ ഉണ്ടാവണം. നമ്മളൊരു ആരൊക്കെ നമ്മളെ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും നമ്മുടെ മൈൻഡിൽ ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, കയറി കൂടരുത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് വരെ നമ്മൾ ബിസിനസ്സിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കുറച്ചു കാര്യങ്ങൾ അല്ലെ, അത് കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാതെ ഒഴിവാക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ആവുക, നമ്മൾ ബിസിനസ് സക്സസ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നാണ് നമ്മുടെ ഡേ അല്ലെ. ഇന്ന് രാവിലെ നേരം വെളുത്തു, എല്ലാവരും നീറ്റു, അവരവരുടെ വീട്ടിലുള്ള ജോലികള് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെ. ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ തീരുമാനിക്കുക. അതിന് മുന്നേ നടന്ന കാര്യങ്ങളും പോയ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് ഫെയിലിയർ ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും, ആ തീരുമാനങ്ങളൊന്നും നമുക്ക് സക്സസിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതെല്ലാം കഴിഞ്ഞു. ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ഇതാണ് എന്റെ ഫസ്റ്റ് ഡേ, ഇന്നാണ് എന്റെ ഫസ്റ്റ് ഡേ എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുക. ഇതിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എങ്ങനെ ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുള്ള തീരുമാനങ്ങൾ നമ്മൾ സ്വയം തന്നെ ചിന്തിക്കുക. എന്ത് മാറ്റാണ് എന്റെ ലൈഫിൽ എന്റെ ബിസിനസ്സിൽ നന്നാവാൻ വരേണ്ടത്, അതിനാരുടെ എന്താ പറയാ, ആരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ആരോട് സംസാരിച്ചാലായിരിക്കും എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആവേണ്ട കാര്യങ്ങൾ കിട്ടുക എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സംസാരിച്ച് ഇന്നത്തെ ദിവസമാണ് എന്റെ ദിവസം എന്ന തീരുമാനം നമ്മൾ എടുക്കാൻ ഓരോരുത്തർക്കും ശ്രമിക്കാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴായിരിക്കും നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിയേറ്റ് എ സക്സസ് മൈൻഡ് സെറ്റ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഒരാളും നമ്മളെ തളർത്താനോ പിന്നിലേക്ക് വലിക്കാനോ വന്നാലും നമ്മുടെ മൈൻഡിൽ നിന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്ന, നമുക്കിവിടെ പ്രത്യേകിച്ച് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരണം. നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടം ഇവിടെ വരാനില്ല. ഇപ്പൊ ഇന്നലെ മിനിങ്ങാന്ന് 2-3 ദിവസങ്ങളായിട്ട്, ഇപ്പൊ ഇന്നലെ നമുക്ക് രമ്യ മേഡവും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ലീഡേഴ്സ് കുറെ 2-3 ദിവസമായിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഓരോരോ ലീഡേഴ്സും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ നമുക്ക് പറഞ്ഞ കാര്യം എന്താണ്, പ്രത്യേകിച്ച് നമുക്ക് എന്ത് നഷ്ടമാണത്. ഇപ്പൊ ഇന്നലെ രമ്യ മേഡത്തിന്റെ ക്ലാസ് നമ്മൾ എല്ലാവരും കേട്ടു അല്ലെ. അതിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു ഫിജി എന്ന കൺസെപ്റ്റ് എന്താണ്, എങ്ങനെ നമ്മൾ ചെയ്യണം, എന്തിനാണ് നമ്മൾ ഇതിൽ വന്നത്, ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഒരു നഷ്ടവും ഇവിടെ വന്നിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത് കുറെ തെളിവുകൾ, ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് അല്ലെ, വിശ്വസിക്കാൻ പറ്റുക എന്ന് പറയുന്ന പോലെ ജീവിച്ചിരിക്കുന്ന കുറെ തെളിവുകൾ ഈ സ്ക്രീനിൽ തന്നെയുണ്ട് അല്ലെ. നമുക്ക് ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ട് പൈസ മാത്രമാണോ നമുക്ക് ഈ വിജയിക്കാട്ട് തന്നിട്ടുള്ളൂ, അതോ ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതിനുള്ള തെളിവുകൾ ശരിക്കും സ്ക്രീനിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ എന്തിനാണ് പിന്നെ നമ്മുടെ മൈൻഡിൽ വിജയിക്കില്ലേ, ഞാൻ തോറ്റു പോവോ എന്നുള്ള ചിന്ത കൊണ്ടുവരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വിജയിക്കാൻ പറ്റുമെന്നൊരു തീരുമാനം നമുക്ക് ഓരോരുത്തർക്ക് എടുക്കാൻ സാധിക്കണം. ഇത് ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് വേണം ഒരാളോട് നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ
ആവശ്യമില്ലാത്ത ആക്ടിവിറ്റിയാണ് നമ്മുടെ ലൈഫിൽ ഒരു റിസൾട്ടും തരാത്ത ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ അതിനു വേണ്ടി നമുക്ക് അതിനേക്കാളും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. റിസൾട്ട് തരുന്ന കാര്യങ്ങൾ, രണ്ട് പാർട്ട്ണർമാരെ കാണുക, സംസാരിക്കുക, അല്ല അവരോടൊന്ന് കോൾ ചെയ്ത് സംസാരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ചെയ്യുന്നത് നമുക്ക് റിസൾട്ട് തരുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത റീൽസോ കാര്യങ്ങളോ സിനിമയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകളോട് നിന്ന് സംസാരിച്ച് സമയം കളയലോ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് റിസൾട്ട് തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ലീഡറുമായിട്ട് ഒരു കാര്യം അറിയാത്ത ഒരു കാര്യം വിളിച്ച് സംസാരിച്ചാൽ നമ്മൾ പഠിച്ചു, അത് റിസൾട്ട് തരുന്ന കാര്യമാണ്. ഒരു പാർട്ട്ണറെ വിളിച്ചു, നമ്മൾ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു, അത് റിസൾട്ട് തരുന്ന കാര്യമാണ്. ഒരു പാർട്ട്ണറെ നേരിട്ട് പോയി കണ്ടു അല്ലെ, അത് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അടുത്തത്, ഒരാളെ നമ്മൾ കുറ്റം പറയാതിരിക്കുക. നമ്മൾ വിജയിക്കാത്തതും നമ്മൾ പരാജയപ്പെടുന്നതും നമ്മുടെ മാത്രം കുറ്റമാണ് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കാൾ വലിയ വലിയ തീരുമാനങ്ങളും വലിയ വലിയ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസും നമ്മൾ എടുക്കാൻ തയ്യാറാവുക. അവിടെ നമ്മൾ ഭയക്കാതിരിക്കുക. നമുക്ക് ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കുഞ്ഞു കാര്യം എനിക്ക് അങ്ങനെയല്ല, ഞാൻ എടുത്ത തീരുമാനം നമ്മൾ ഉറപ്പായിട്ട് വിജയിക്കും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നല്ലൊരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ടൈം ഇട്ട് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റികൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ, ആ ചെയ്തതിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി എന്ത് ആക്ഷൻ, എന്ത് മാറ്റം ഞാൻ എന്റെ ബിസിനസ്സിൽ കൊണ്ടുവരണം, എന്ത് മാറ്റം കൊണ്ടുവന്നാലാണ് എനിക്ക് വിജയിക്കാൻ പറ്റുക എന്നത് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിലുള്ള മുന്നുണ്ടായിട്ടുള്ള പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുണ്ടാവാം, കഴിഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിലവിൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യണം, ഇന്നാണ് എന്റെ ലൈഫിൽ ഞാൻ വിജയിക്കാൻ തുടക്കമിടുന്ന ദിവസം എന്ന തീരുമാനം നമ്മൾ ആലോചിച്ചിട്ട് ആ ദിവസം നമ്മൾ തീരുമാനം എടുക്കുക. ഇന്ന് മുതൽ ഞാൻ എനിക്ക് എന്ത് ചെയ്താലാണ് ബിസിനസ് വിജയിക്കാൻ പറ്റുക എന്നുള്ള തീരുമാനം നമ്മളെ കൊണ്ട് എടുക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ഞാൻ ഈ ഒരു 8 സ്ട്രാറ്റജിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ജസ്റ്റ് ഒന്ന് ഒരു കുഞ്ഞൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനത് ഇതൊന്ന് സ്ക്രീനിലേക്ക് ഇതാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് പറഞ്ഞു പോയതാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കണോ, പ്ലാൻ കൊടുക്കണോ അല്ലെ, പക്ഷെ സെയിൽക്ലോസിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല അല്ലെ. ഇൻവിറ്റേഷൻ അവിടെ ഓക്കെ ആയിരിക്കും, കുറെ പ്രാവശ്യം തെറ്റിയിട്ടാണെങ്കിൽ നമ്മൾ ഇൻവിറ്റേഷൻ കറക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. പ്ലാൻ നമ്മൾ പഠിച്ചു, പ്ലാൻ പറയാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ലീഡറെ കൂട്ടിയിട്ട് പ്ലാൻ കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സ്ക്രീനിൽ ഡിജിറ്റൽ ആയിട്ട് നമ്മൾ BOP അറ്റൻഡ് ചെയ്യിപ്പിക്കണം. പക്ഷെ സെയിൽക്ലോസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നമുക്ക് സെയിൽക്ലോസ് ചെയ്യാൻ പറ്റാത്തത്? അപ്പൊ ആ സെയിൽക്ലോസിലേക്ക് വേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പറയാന്ന് വിചാരിക്കണം. ഹരിത മാം ഒന്ന് ഓക്കെ ആണോന്ന് പറയണേ മാം. പറയാം മാം. ഓക്കെ, അപ്പൊ നമുക്ക് സെയിൽക്ലോസിലേക്ക് വേണ്ട ഓക്കെ താങ്ക് യു മാം. സെയിൽക്ലോസിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാണ്. ബിൽഡ് ട്രസ്റ്റ് ഫസ്റ്റ്. ഇപ്പൊ നമ്മള് പ്രസന്റേഷൻ കൊടുത്ത് അവിടെ സെയിൽ ക്ലോസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ആ സെയിലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായിട്ട് നമുക്ക് നമ്മൾ നല്ലൊരു ട്രസ്റ്റ് ഉണ്ടാക്കി വിശ്വാസം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കാണാൻ പോകുന്ന വ്യക്തി നമ്മുടെ ഫ്രണ്ട് ആവാം, റിലേറ്റീവ് ആവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഏത് കാറ്റഗറിയിൽ പെട്ട എത്ര സമയം എടുത്ത ഒരു റിലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, ഏത് വ്യക്തിയും ആയിക്കോട്ടെ. പക്ഷെ അവരിൽ നമ്മളിപ്പോ ലീഡർമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പല ക്ലാസ്സുകളിലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് എന്ത്, വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ആദ്യം ഒരു വ്യക്തിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കലാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ആദ്യം പോയിട്ട് നമ്മുടെ കമ്പനിയെ വിശ്വസിപ്പിക്കലോ കമ്പനിയുടെ പ്ലാൻ കൊടുക്കലോ കമ്പനിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തതാക്കലോ ഒന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആ വ്യക്തിയെ നല്ല രീതിയിൽ നമ്മളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ എത്തി അവരുമായിട്ട് നല്ലൊരു ട്രസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും അവരെന്ത് ചെയ്യും, കേൾക്കും എന്നുള്ളതാണ് അല്ലെ. ബി ഹോണസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്സ്. അവരുടെ ആവശ്യങ്ങൾ അവർക്ക് നമ്മളെല്ലാ കാര്യങ്ങളും സത്യസന്ധമായി മാത്രം അവരോട് സംസാരിക്കുക, സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളവരോട് സംസാരിക്കുക, അവരൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോ നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി ോട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവരെന്നെ മോശമായിട്ട് കാണില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇവര് ഇത്രയാണോ ഇവർക്ക്, അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ സത്യമായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്ത. പക്ഷെ നമ്മൾ ഒരു വ്യക്തിയോട് വിശ്വാസമുള്ളവരായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടി വരും അല്ലെ. നമ്മൾ മനസ്സ് തുറന്ന് അവരോട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. ആ വ്യക്തിക്ക് ഒരു വിശ്വാസം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് മടിയുള്ള കാര്യങ്ങളായിരിക്കാം ഒക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ആ കാര്യം അവിടെ അവതരിപ്പിക്കാൻ
വിശ്വസിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റുമ്പോഴാണ് അവര് നമ്മളോട് എന്ത് ചെയ്യുള്ളൂ, വിശ്വാസത്തോടെ ഒരു കാര്യം പറയുള്ളൂ. അല്ലെ, അവര് അവരുടെ മനസ്സ് തുറന്ന് അവരുടെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറാവുള്ളൂ. നമ്മളിൽ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ ഓടിപ്പോയി ബിസിനസിനെ കുറിച്ച് സംസാരിക്കേ, ഞാൻ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ചേച്ചി, നിങ്ങൾ എന്റെ കൂടെ വന്നോളൂ, നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാളും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യില്ല. അല്ലെ, അവർക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മളിലൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവണം. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കണ്ട, അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം മുൻപ് കണ്ട ഒരു വ്യക്തിയോട് ചിലപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക, ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചില ആളുകൾ, മിക്ക ആളുകളും ഇപ്പൊ എന്താണ്, പെട്ടെന്ന് ഓടിച്ചാടി ഒരാളെ വിശ്വസിക്കില്ല. കാരണം നമ്മുടെ കാലത്തിന്റെ മാറ്റം അല്ലെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരായിട്ട് നമ്മൾ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റണു, കുറെ കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കണം എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമ്മളോട് സംസാരിക്കണു. അപ്പൊ വേണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരവിടെ ഓക്കെ ആണെന്നൊരു തോന്നൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സമയം കഴിയുമ്പോൾ. അപ്പോഴായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ബിസിനസിനെ കുറിച്ച്. അത് വെച്ച് വർഷങ്ങളല്ല കേട്ടോ പറയണത്, കുഞ്ഞു കുഞ്ഞു സമയങ്ങളാ പറയുന്നത്. ഒരിക്കലും 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് ട്രസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള കാര്യമല്ല പറയണത്. പക്ഷെ 1-2 ദിവസം കൊണ്ടൊന്നും നമുക്ക്, ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് ഒരാളായിട്ട് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ആ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് എന്ന് പറ്റിയോ, അപ്പൊ നമുക്ക് തോന്നുകയാണ് അവരെ അത്രയും വിശ്വസിച്ച് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞു അല്ലേ എന്ന ചിന്ത നമുക്ക് വരുമല്ലോ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാം. അവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കുമെന്നൊരു ഉറപ്പ് നമുക്ക് തോന്നും. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാലാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുള്ളൂ. ബിൽഡ് ട്രസ്റ്റ് ഫസ്റ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് ട്രസ്റ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പല ആളുകളോട്, നമ്മളിപ്പോ ചിലപ്പോൾ പെട്ടെന്ന് കണ്ട് പരിചയപ്പെട്ട ഒരാളോട് നമ്മൾ ഓടിപ്പോയിട്ട് എന്താ ചെയ്യാ, ഫിജി കാർഡിന്റെ ബിസിനസ് പ്ലാനാ പറയാ അല്ലെ. ഓടിപ്പോയിട്ട് പ്ലാൻ പറയണു, ചേച്ചി നിങ്ങൾ വന്നോളൂ, നിങ്ങളുടെ ഇതല്ലേ, നിങ്ങളുടെ കഷ്ടപ്പാട് ഇതല്ലേ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ഓടിപ്പോയിട്ട് പറയണത്. പക്ഷെ അതുകൊണ്ട് അവർ നമ്മളെ വിശ്വസിക്കുന്ന തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിച്ച് ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി സംസാരിച്ച് നമ്മളിൽ അവരൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. പറ്റുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ കൂടെ അവരെ നിർത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഹൈലൈറ്റ് വാല്യൂ ക്ലിയർലി, ഫോക്കസ് ഓൺ ബെനിഫിറ്റ്സ്, സോൾവ് ദെയർ പ്രോബ്ലം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല രീതിയിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ സംസാരിച്ച് അവരുമായിട്ട് നല്ലൊരു റിലേഷനിലൊക്കെ എത്തിക്കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്. ഈ പ്രശ്നങ്ങളിലേക്ക് എന്താണ് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഗുണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അവർക്ക്. അവരിപ്പോ നമ്മുടെ കൂടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഓപ്പൺ ആയിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവരോട് പറയാൻ പറ്റും അല്ലെ, നിങ്ങളുടെ ഇത്രയും പ്രശ്നങ്ങൾക്ക് ഞാനൊരു സൊല്യൂഷൻ തരട്ടെ, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്, ഞാനത് പറഞ്ഞു തരാം, ഇതാണ് ഇതിൽ വന്നാലുള്ള ഗുണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇതിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണം, അവരുടെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമ്മൾ പറയാൻ പോകുന്ന ബിസിനസ് പ്ലാൻ എന്നുള്ളത് അവരുടെ മൈൻഡിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മൾ ഒരിക്കലും, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കൂട്ടി ബിസിനസിന്റെ പ്ലാന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നടക്കില്ല. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ട്രസ്റ്റ് ആണ്. നമ്മളൊരു വിശ്വാസം വന്നു നമുക്ക് തോന്നുന്ന സമയം അവർ നമ്മളോടും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന സമയമായിരിക്കണം, നമ്മൾ അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന സമയമായിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ. ഇത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ പ്രശ്നത്തിലുള്ള ഒരു സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട് ചേച്ചി, ഇന്നതാണ് കാര്യം, അല്ലെങ്കിൽ ഇന്നതാണ് നമ്മുടെ ഒരു ബിസിനസിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഈ ഒരു ബിസിനസിന്റെ പ്ലാനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണം അവരുടെ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പറയണത് എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് അവർക്ക് തോന്നണം എന്നുള്ളതാണ്. അവർക്ക് അവരുടെ പ്രശ്നത്തിലുള്ള പരിഹാരമായിട്ട് നമ്മൾ പോയൊരു കാര്യം ഒരിക്കലും ഒരാളും തട്ടിക്കളയില്ല അല്ലെ. അവരത് എങ്ങനെ എടുത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത് ഏറ്റെടുക്കേണ്ടത് എന്ന ചിന്തയായിരിക്കും അവരുടെ മൈൻഡിലേക്ക് ആദ്യം വരിക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഹൈലൈറ്റ് വാല്യൂ ക്ലിയർ ആയിട്ട് അതിന്റെ വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ സക്സസ് ആവാൻ പറ്റും, എന്തൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ വിജയിച്ച് വന്നിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെ. ചിലപ്പോൾ അവരുടെ അതേ അവസ്ഥയിൽ ഇരിക്കുന്ന കുറെ പേര് ചിലപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ ഉണ്ടാവാം അല്ലെ. അതിൽ സക്സസ് ആയിട്ടുള്ള കുറെ ആളുകളുടെ ഫോട്ടോസ്, അവരുടെ അച്ചീവ്മെന്റ് പോസ്റ്ററുകൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. അവിടെ നമുക്ക് തെളിവുകൾ സഹിതം കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇത് സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് എന്റെ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ ആണ്, ഇത് ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്കും വിജയിക്കാൻ പറ്റും എന്നൊരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് അവിടെ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിയേറ്റ് അർജൻസി, വീണ്ടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത്. നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുന്നത്, ഇപ്പൊ സെയിലിനെ നമ്മട്ട് കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എങ്ങനെ നമ്മൾ അർജൻസി കാണിക്കുക. ഇപ്പൊ ആ വ്യക്തി പറഞ്ഞു അവർക്ക് എല്ലാം ഓക്കെയാണ്, അവരുടെ പ്രശ്നമുള്ള പരിഹാരം എന്നൊക്കെ മനസ്സിലായി. അവസാനം അവർ പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും, ഞാൻ ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യാം പറയാട്ടോ, ഞാൻ വിളിക്കാം എന്ന് പറയും അല്ലെ. അങ്ങനെയല്ലേ നമ്മുടെ അടുത്ത് പറയാറ്, മിക്കവാറും അതാണ് പറയാറ്. ഞാൻ ക്യാഷ് ആയതിനു ശേഷം ഞാൻ നിങ്ങളെ മാഡത്തിന് കോൺടാക്ട് ചെയ്യാം എന്നായിരിക്കും പറയാം.
അപ്പൊ നമ്മൾ അവിടെ ഓക്കെ ശരി ഗുഡ് ബൈ പറഞ്ഞിട്ട് വരികയാണോ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ, മേഡം ഇപ്പൊ നിങ്ങൾ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണം എന്താണ്? ഇപ്പൊ നമ്മൾ അർജൻസി കീപ്പ് ചെയ്യണം, അർജൻസി കാണിക്കണം എന്ന് പറയാറുണ്ട്. കുറെ പേര് ഇത് നെഗറ്റീവ് ആയിട്ട് എടുക്കാറുണ്ട് അല്ലെ, നെഗറ്റീവ് ആയിട്ട് എടുക്കാറുണ്ട്. നമ്മൾ അർജൻസി കാണിക്കുമ്പോൾ നമ്മൾ എന്തിനാ അങ്ങനെ തിരക്ക് പിടിക്കണത്, അവർക്ക് പറ്റുമ്പോ വരട്ടെ എന്നൊരു തോട്ടൊക്കെ വരുന്നുണ്ട് ചില ഭാഗങ്ങളിൽ അല്ലെ. നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ അർജൻസി കാണിക്കണം എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്കറിയാം പല കാര്യങ്ങളിലും പല ബിസിനസ്സുകളും നല്ല രീതിയിൽ തന്നെയാണോ പോണത് മുന്നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേര് നല്ല രീതിയിൽ നല്ല പോലെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. കുറെ ആളുകൾ ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലല്ല എടുക്കുക അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയണം. അപ്പൊ പുതുതായിട്ട് ഒരാൾ നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും നമ്മൾ വിശ്വസിച്ചോളന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അവരിൽ ആദ്യം ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് അവര് പ്രോബ്ലം മാറാനുള്ള ഒരു സൊല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കി കൊടുത്താലും അവിടെ അവർ ചെയ്യേണ്ട ഒരു കാര്യം പൈസയുടെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോ എന്ത് പറയാ, നോക്കട്ടെ ഞാൻ സമയമായിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം അല്ലെങ്കിൽ പൈസ റെഡി ആയിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പൊ നമ്മൾ അർജൻസി കാണിച്ചിട്ട് ഇല്ലെങ്കിൽ വരുന്ന ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഈ പറയുന്ന യൂട്യൂബ് അല്ലെങ്കിൽ മറ്റേ ഗൂഗിള് ഒന്നും വേണ്ട, യൂട്യൂബും ഗൂഗിളൊക്കെ പോട്ടെ, പുറത്തുള്ള കുറെ ആളുകളുണ്ടല്ലേ ഈ ഒരു ബിസിനസ് മേഖലയായിട്ട് യാതൊരു വിധ പരിചയമില്ലാത്ത കുറെ ആളുകളോട് പോയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു, അവരിനോട് ഇതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറച്ച് ക്യാഷിന്റെ ഒരു ഇതുണ്ട്, അപ്പൊ അത് ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്തായിരിക്കും അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോ അവര് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും, നീ വെറുതെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി പെടണ്ട, നീ ഇത്രയും പൈസ കാലമായിട്ടും ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കാൻ സാധിച്ചത്, നീ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവര് ഉപദേശിച്ചു കൊടുക്കുക. ഈ ഉപദേശം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യന്റെ മൈൻഡ് മാറ്റാൻ അധിക സമയമൊന്നും വേണ്ട അല്ലെ. ചിലപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഒരാളുടെ മൈൻഡ് മാറാം. അപ്പൊ ക്യാഷ് ഇന്ന് ബിസിനസിന്റെ പ്ലാന് കേട്ടുന്ന വൈകുന്നേരത്തിനുള്ളിൽ ക്യാഷ് ഇടാന്ന് പറഞ്ഞ ഒരാൾ ചിലപ്പോൾ വൈകുന്നേരം വിളിച്ചിട്ട് പറയും ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യില്ല എന്ന് പറയും അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെ പൈസ ഇടാന്ന് പറഞ്ഞ ഒരാളായിരിക്കും, പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ച സമയം കഴിഞ്ഞ് വൈകുന്നേരത്തിനുള്ളിലായിട്ട് തന്നെ അവർ വിളിച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്യണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയൂല. പിന്നീട് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അറിയണത് അവർ അടുത്ത വീട്ടിൽ ആരോ ഈ ബിസിനസിന്റെ പ്ലാന് കണ്ട് കേട്ട് ബിസിനസ്സിലേക്ക് വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നല്ലാതെ ഒരു രൂപ പോലും വരുമാനം കിട്ടിയിട്ടില്ല. ഇതായിരുന്നു ഇവരുടെ പ്രശ്നം. പക്ഷെ ഇവരത് ഓപ്പൺ ആയിട്ട് അവരോട് പോയി ചോദിച്ചതൊന്നുമല്ല. അവര് ഇങ്ങോട്ട് വന്നിട്ട് വേറെ എന്തൊക്കെ ജോലിയുടെ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ബിസിനസ്സിനും കൂടി ഞാൻ പോയി പെട്ട് എന്റെ കുറച്ച് പൈസയും കൂടി പോയി എന്ന് പറഞ്ഞപ്പോ ഇവർ ആ പൈസ അക്കൗണ്ടിൽ ഇടാൻ പോണ ആള് തിരിച്ചത് വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? പക്ഷെ അവര് മിണ്ടാതിരുന്നിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചതിന്റെ പേരിൽ നമ്മുടെ ബോബി ചമ്മണൂർ സാർ ഒരിക്കലും വരുമാനം തരാനൊന്നും കമ്പനി പറഞ്ഞിട്ടില്ല അല്ലെ. പക്ഷെ അതൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയില്ല, അത് നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതുമില്ല. പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അതൊക്കെ അറിയണത്. അപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാൻ, മൈൻഡ് മാറ്റാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒരുപാട് സമയങ്ങൾ വേണമെന്നൊന്നുമില്ല. ഒരു മനുഷ്യന്റെ മനസ്സ് മാറാൻ നിമിഷ നേരം മതി എന്ന് പറയണ പോലെ അർജൻസി കാണിച്ചിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം പറഞ്ഞത്, നല്ലൊരു കസ്റ്റമർ ആയിരിക്കും, നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും നമ്മുടെ, പക്ഷെ അവര് ഒന്നും അറിയാത്ത ഒരു വിവരമില്ലാത്ത കുറെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ ഫിജിക്കാട്ടെന്നല്ല ഒരു ബിസിനസിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത പല ആളുകളോടായിരിക്കും പോയിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ പല ഫേക്ക് ആയിട്ടുള്ള പല യൂട്യൂബ് വീഡിയോ കണ്ടിട്ടായിരിക്കും അവരുടെ മനസ്സ് മാറുക. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ അർജൻസി കാണിക്കുമ്പോൾ പറയാ, നിങ്ങളിപ്പോ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇന്ന് അസോസിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഗുണങ്ങൾ ഇവിടെ കിട്ടാൻ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പാർട്ട്ണർമാർ കൂടി അസോസിയേറ്റ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ഒരു ടീമിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, വരുമ്പോൾ തന്നെ ഒരു ടീമായിട്ട് നമുക്കിവിടെ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങളിലൂടെ അല്ലാതെ തന്നെ കുറെ പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അർജൻസി അവിടെ കാണിക്കാൻ, ക്രിയേറ്റ് ഒരു അർജൻസി അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഒരു സെയിൽസിലേക്ക് ഒരാളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തത് കീപ് ഇറ്റ് സിമ്പിൾ. ഒരു സാധാരണ വീട്ടമ്മയുടെ അടുത്ത് നമ്മൾ പോയിട്ട് പറയാണ് ഈസി ആൻഡ് ക്ലിയർ പ്രോസസ്. അവരോട് പോയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിലൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിക്കണോ, നമ്മൾ ആപ്പൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണോ, അതിൻ്റെ ചിലപ്പോൾ സൈനപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് നമ്മൾ ഒരിക്കലും അവരുടെ മുന്നിൽ വെച്ച് കാണിച്ച് അവരെ ഭയപ്പെടുത്തരുത്. അവരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്നുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ പ്ലാനിൽ തന്നെ പറഞ്ഞു തരാറുണ്ട് അല്ലെ. നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗും ഇ കൊമേഴ്സും ഡയറക്ട് സെല്ലിംഗും നമ്മൾ വ്യത്യാസങ്ങൾ ആ ഒരു സ്ലൈഡിൽ പറയാറുണ്ട്. അത് നമുക്ക് വളരെ പച്ച മലയാളത്തിൽ ഒരാൾ പറഞ്ഞു കൊടുത്തൂടെ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതൊന്നും വായിക്കാതെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ ഒരു സ്ലൈഡ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു സാധാരണ വീട്ടമ്മയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണിത്. ഇതിൽ നമ്മൾ ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് ഇടനിലക്കാർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇടനിലക്കാരില്ലാതെ നമ്മളിലൂടെയാണ് പരസ്യങ്ങൾ പുറത്തു പോകുന്നത്. അതിന്റെ കമ്മീഷനാണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. അത് ഇന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് കിട്ടാൻ പറ്റും. ഇതാണ് നമ്മുടെ ബിസിനസിന്റെ ആപ്പ്. ഇതിൽ പോയിട്ട് എന്ത് സാധനം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് ഇന്നല്ല നാളെ നമ്മൾ ചെയ്താലും നമുക്ക് ഇവിടെ വരുമാനമാണ് എന്ന രീതിയിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് വലിയ പ്രശ്നമാണോ, അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തോ പ്രശ്നമാണെന്നുള്ള ചില ആളുകൾ ബിസിനസിന്റെ പ്ലാൻ പറയുമ്പോൾ കേട്ടിട്ടുണ്ട്.
അതായത് അവർക്ക് തന്നെ അത് ക്ലിയർ ആയിട്ട് എന്താ പറയണമെന്നൊന്നും അറിയില്ല. പക്ഷെ അത് പറയണ സമയത്ത് എന്തോ വലിയ സംഭവമായിട്ടൊക്കെയാണ് അവതരിപ്പിക്കുക. കാരണം അവർ ചിന്തിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഞാനൊരു ബിസിനസിന്റെ പ്ലാൻ പറയാൻ പോകുമ്പോൾ ഞാൻ എന്തോ ആണെന്ന് അവർ ചിന്തിക്കണം. അങ്ങനെയാണ് കുറെ ആളുകളുടെ മൈൻഡ് സെറ്റ് പറയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു വ്യക്തിക്ക് പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ കുറെ ഇംഗ്ലീഷിലൊക്കെ കുറെ സംസാരിച്ച് ഞാൻ വലിയ ലെവലിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ കുറെ ഇംഗ്ലീഷിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക്. എന്റെ മൈൻഡിൽ എന്തായിരിക്കും അറിയോ, ഞാൻ വലിയ സംഭവമാണെന്ന് എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് തോന്നണം. ഇതാണ് എന്റെ മൈൻഡ് സെറ്റ്. ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി എന്താണോ, അവരൊരു സാധാരണ നോർമൽ ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മളെ വലുതാക്കാൻ ശ്രമിക്കുന്നത് അവർ ാത്തൊരു കാര്യമാണ് ഇത് എന്ന് വളരെ സിമ്പിൾ. ഇത് ഇത്രേ ഉള്ളൂ എന്ന തോന്നൽ അവർക്ക് വരണം. ഇത്രേ ഉള്ളൂ അല്ലേ ഇത് എന്നൊരു തോന്നൽ അവർക്ക് വരണം. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് പെർഫോം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തോന്നും അയ്യോ ഇത് ഇത്രയും വലിയ കാര്യമാണ്, ഇതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല, എനിക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്, പഠിപ്പില്ലാത്തതാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു വ്യക്തി അവിടെ നിന്ന് ഒഴിവായി പോകാൻ ചാൻസ് ഉണ്ട്. അത് മാറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണിത്. ഇവിടെ ആകെ ഇത്രയേ ഉള്ളൂ മാഡം, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണെന്നുള്ള കാര്യം അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആസ്ക് ഫോർ ദ സെയിൽ. നമ്മൾ അവിടെ എന്ത് ചെയ്യണം വെച്ചാൽ ഓപ്പൺ ആയിട്ട്, ഇപ്പൊ നമ്മളൊരു ബിസിനസിന്റെ പ്ലാൻ ഒക്കെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻവിറ്റേഷൻ കൊടുത്തു, പ്ലാൻ കേട്ടു, എല്ലാം കഴിഞ്ഞു, നമ്മൾ സെയിലിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അല്ലെ. എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ വളരെ സത്യസന്ധമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്തു, അവർക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും, അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ കൊടുത്തു. അതുപോലെ തന്നെ സീനിയോറിറ്റി പറഞ്ഞു കൊടുത്തു അല്ലെ, അർജൻസി നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട്, സീനിയോറിറ്റി പറഞ്ഞു കൊടുത്തു, ഒരു ബുക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് മാഡം ഇപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പേര് നിങ്ങളുടെ അണ്ടറിലേക്ക് ആയിട്ടായിരിക്കും വരിക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അർജൻസി പോലെയൊക്കെ അവിടെ കാണിച്ചു കൊടുത്തു. അത് അവിടെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വലിയ പ്രോബ്ലം ഒന്നും അല്ലാത്ത രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണെന്നുള്ള കാര്യം നമ്മൾ അവിടെ പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റണം. ഓക്കെ മാഡം, അപ്പൊ നമുക്ക് ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യല്ലേ, ജോയിൻ ചെയ്യല്ലേ എന്നുള്ള കാര്യം നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ പറ്റണം അവരോട്. നമ്മൾ ചോദിക്കാറുണ്ടോ ആരെങ്കിലും? നമ്മൾ കുറച്ചു നേരത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കില്ലേ, കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അവരത്തിന് വേണ്ടെന്ന് പറയോ അല്ലെ, അവര് വേണ്ടെന്ന് പറയോ എന്നുള്ള ചിന്ത നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് അവരെ നിരീക്ഷിക്കുകയാണ്. ഒന്നുമല്ല, വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ അവരോട് ചോദിക്കണം, ഓക്കെ മാഡം അപ്പൊ ഇതിലേക്ക് നമുക്ക് പാർട്ട്ണർഷിപ്പ് എടുക്കുകയാണല്ലോ അല്ലെ, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുകയാണല്ലോ അല്ലെ എന്ന ലെവലിൽ നമ്മൾ ഓക്കെ അല്ലേ എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോം ബുക്ക് കയ്യിലേക്ക് കൊടുത്തിട്ട് ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. ഓപ്പൺ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റണം അവരോട്. ഓക്കെ മാഡം അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ എന്ന ലെവലിൽ നമ്മൾ പറയാം. ഓക്കെ മാഡം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണല്ലോ അല്ലെ മാഡം, ഓക്കെ ഇതൊന്ന് ഫില്ല് ചെയ്ത് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ. അപ്പൊ അവർക്ക് അവിടെ ഉള്ളിൽ സംസാരിക്കാനുള്ള ടൈം അല്ലെങ്കിൽ ആലോചിക്കാനുള്ള ടൈം അവിടെ കൊടുക്കരുത്. കാരണം വീണ്ടും അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും കുറേ കാര്യങ്ങൾ അല്ലെ. ഇനിയിപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞു നമ്മൾ റെഡി ടു ജോയിൻ, നമ്മൾ ജോയിൻ ചെയ്യല്ലേ മാഡം, നമ്മൾ ഓക്കെ അല്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സാധനം കൊടുത്താലും പിന്നെ അവര് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കും. എന്ത്, കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും അല്ലെ. ഓവർകം ഒബ്ജെക്ഷൻസ്, അഡ്രസ് കൺസേൺ, പ്രൊവൈഡ് സൊല്യൂഷൻസ്. അവരൊരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും, വീണ്ടും ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലെ. പക്ഷെ ഞാൻ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് മിണ്ടാതിരുന്നു. എന്റെ അടുത്ത് ഇന്നലെ ഒരാൾ ചോദിച്ച കാര്യമാണ് കേട്ടോ. പ്ലാൻ എല്ലാം കേട്ടു, ആള് കൺവിൻസ് ആയി, പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തു, എല്ലാം ചെയ്തു. അവസാനം ചോദിച്ച ചോദ്യമാണ്, സെയിൽ ക്ലോസ് ആയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, മാഡം ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് മിണ്ടാതിരുന്നാലും പൈസ കിട്ടുമല്ലോ അല്ലേ എന്ന്. അപ്പൊ ഈ മനുഷ്യൻ ഇത്ര നേരം എന്ത് പ്ലാനാ കേട്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. കാരണം അത്രയും വ്യക്തമായിട്ട് പ്ലാന് കേട്ട് കഴിഞ്ഞിട്ട് വീണ്ടും എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അത് മാഡം ഞാൻ പ്ലാന് കേട്ടു, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഡൗട്ട് ഉണ്ട്, മാഡം ഒരു വോയിസ് ആയിട്ട് അയച്ചു തരുമോ? വോയിസ് ആയിട്ടും അയച്ചു കൊടുത്തു. ഇതും കഴിഞ്ഞ് ഓക്കെ മാഡം ഇതിലേക്ക് ഞാൻ എന്ത് പ്രൊഡക്റ്റ് എടുക്കേണ്ടത്, അപ്പൊ ഇന്നതാണ് പ്രൊഡക്റ്റിന്റെ PDF കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു, പ്രൊഡക്റ്റും സെലക്ട് ചെയ്ത് അവസാനം ചോദിച്ച ചോദ്യമാണ്, മാഡം ഞാൻ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ട് മിണ്ടാതിരുന്നാലും നമുക്ക് ഈ പറഞ്ഞ മന്ത്ലി ബോണസ് കിട്ടുമല്ലോ അല്ലേ എന്ന്. അപ്പൊ അതാണ് ആളുകള്, ചോദ്യങ്ങളും സംശയങ്ങളും ഒരിക്കലും എന്ത് ചെയ്യില്ല, തീരില്ല. അപ്പോ ഇവിടെ നമ്മൾ എല്ലാം സെയിലിലേക്ക് എത്തിച്ചു, ഓപ്പൺ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു, മാഡം സ്റ്റാർട്ട് ചെയ്യാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ രണ്ടുപേരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 10 or 15 ഒബ്ജെക്ഷൻസ് അല്ലാത്ത ഒരു കാര്യം എന്ത് ചെയ്യില്ല അവർ നമ്മളോട് ചോദിക്കില്ല അല്ലെ. ഇത്രയും അല്ലാത്ത ഒരു കാര്യം അവർ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ആ ഒരു 10-15 എതിർപ്പുകൾ, അല്ലെങ്കിൽ അവർ പറയുന്ന അവർക്ക് എതിർപ്പുകൾ മീൻസ് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങളാണ് അല്ലെ. അതായത് ഈ ബിസിനസ് വരാതിരിക്കാനായിട്ട് അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കൊടുക്കാനായിട്ട് എന്നുള്ളതാണ്.
അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഡെയിലി പ്ലാൻ കൊടുക്കുന്ന ആളുകളാണ്, ഒരുപാട് ഒബ്ജക്ഷൻസ് ഒക്കെ കേൾക്കുന്ന ആളുകളാണ്, അതിനുള്ള സൊല്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇത് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ബിസിനസ്സിലേക്ക് അത് കൊണ്ടുവരാനും ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ സാധിക്കാം. അപ്പൊ ഈ സാധനം നമ്മൾ അവർ പറയുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഓരോ എതിർപ്പുകൾക്കും നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് ക്ലിയറൻസ് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളത് നെക്സ്റ്റ്. റീഡ് ദ സിഗ്നൽസ്. അതായത് നമ്മളവിടെ എന്താണ് അവരുടെ മൈൻഡ് ക്ലിയർ, അപ്പൊ നമ്മൾ അതൊക്കെ കൊടുത്തു അവരുടെ നമ്മൾ ആ പറയുന്ന സൊല്യൂഷനുള്ള അവർ ഒബ്ജക്ഷൻസുള്ള എല്ലാ ക്ലിയറൻസും കൊടുത്ത് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ അവരുടെ മൈൻഡ് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ ആ ഒരു അല്ലെങ്കിൽ അവരുടെ നോട്ടം, നമ്മുടെ മുഖത്തേക്കുള്ള ഒരു നോട്ടോ അല്ലെങ്കിൽ അവരുടെ ഭാവമാറ്റോ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് തോന്നണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി ഇവിടെ സെയിൽ ഓപ്പൺ ആണോ അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ അവരുടെ മൈൻഡിൽ നിന്ന് വാച്ച് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് സക്സസ് ആവാനുള്ള ഒരു കീ ആണിത്. കീ ടു സക്സസ്. ഞാൻ നേരത്തെ പറഞ്ഞു ട്രസ്റ്റ് അല്ലെ. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പോയിന്റ് ആണ്. നമുക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ വാല്യൂ, മൂല്യം. ഇതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അതിന്റെ മൂല്യം, നിങ്ങൾ ഈ ഒരു കുറച്ച് പ്രൊഡക്റ്റ് ഒരു ഇപ്പൊ ചില ആളുകൾ പറയില്ലേ ഇത്ര രൂപയുടെ പ്രൊഡക്റ്റോ ഇത്രയും വിലപിടിപ്പ് ഉണ്ടോ ഇതിനൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ഈ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും അതിന്റെ മൂല്യം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമ്മൾ ഇത്രയും കാലമായിട്ടും പുറത്തുനിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എത്രയൊക്കെയോ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും കാലം നമുക്ക് ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു ഇതും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് എടുക്കുന്നത് കൊണ്ടോ എന്തൊക്കെയാണ് അവർക്ക് കിട്ടാൻ പോകുന്ന മൂല്യം അല്ലെങ്കിൽ അതിന്റെ വലിപ്പം എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ഒരു വിശ്വാസം ഉണ്ടാക്കി എടുക്കുക, അതിലേക്ക് വന്നാലുള്ള ഗുണം, അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഇപ്പൊ ജോയിൻ ചെയ്താൽ എന്താണ്, പിന്നീട് വന്നാൽ എന്തായിരിക്കും പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. വലിയ പ്രശ്നത്തിൽ ഉള്ള കാര്യങ്ങളൊന്നും അല്ല, അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഓപ്പൺ ആയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം. നമ്മൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ഉണ്ടാവണം എന്ത് കോൺഫിഡൻസ്. നമ്മുടെ കൂടെ നിന്നാൽ വിജയിക്കുന്ന അവർക്ക് തോന്നുമ്പോൾ നമുക്ക് അത് ധൈര്യപൂർവ്വം നമുക്ക് പറയാനായിട്ട് ഇവിടെ പറ്റണം. അവിടെ നമുക്ക് ഉറപ്പാണ് ക്ലോസിംഗ് ദ സെയിൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവരുടെ മൈൻഡിനെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളെ പേടിച്ചിട്ടാണ് പോണത് അവിടേക്ക് അല്ലെ, നമ്മളെ പേടിച്ചിട്ടാണ് പോണത്. എങ്ങനെയെങ്കിലും ഒന്ന് സെയിൽ ഓപ്പൺ ആയി കിട്ടിയാൽ മതിയായിരുന്നു ഭഗവാനെ, ഞാൻ ഇത്ര ദിവസം അതിലെ പ്ലാൻ കൊടുക്കണോ എന്നൊക്കെ ചിന്തിച്ചേക്ക് നമ്മൾ പോകണ്ടാവും അല്ലെ. ഈ മൈൻഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതേ മൈൻഡിൽ ഇതേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞു എന്നും അറിയില്ല, ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്താണെങ്കിലും കുറച്ച് സ്ലൈഡുകളല്ലേ ഉള്ളൂ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വേറെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു പാർട്ട്ണർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ഉറപ്പാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ടും സക്സസ് ആവാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇന്ന് വരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിലിരിക്കുന്ന ലീഡേഴ്സിന് എല്ലാവർക്കും അറിയണ്ടാവും. ചിലപ്പോൾ പുതിയ ന്യൂ ജോയിനേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്ന് വിചാരിക്കണു. അവരത് യൂസ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവും. വിജയങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ ട്രെയിനിങ് പ്രോഗ്രാമുകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ട്രെയിനിങ് പ്രോഗ്രാം മിസ് ചെയ്യാതിരിക്കുക. ആ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്താന്നുള്ള കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് അതിനെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് വിജയിക്കാനായിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. ഈ സ്ക്രീനിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഇറ്റ്സ് മീ അശ്വതി, സെയിൽസ് മാനേജർ ഓഫ് Fijica.com. താങ്ക് യു ഹരിത മാം. താങ്ക് യു അശ്വതി മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ഓരോ പാർട്ട്നേഴ്സും ആ പാർട്ട്നേഴ്സിനും എങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരാളെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് എങ്ങനെ സെയിൽസ് ക്ലോസ് ചെയ്യാന്നുള്ള ഓരോ കാര്യങ്ങളും മാം ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡ്സിലൂടെയും പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ വെറുതെ ടൈം കളയുന്നത് നമ്മൾ
കുറച്ച് ആ കളയുന്ന ടൈം ഇതിലേക്ക് യൂട്ടിലൈസ് ചെയ്താൽ എങ്ങനെ നമുക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യക്തമായിട്ട് മാം പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഇപ്പൊ ഞാനൊക്കെ ഓരോരുത്തർക്ക് പ്ലാൻ കൊടുക്കുമ്പോൾ കേൾക്കണ ഓരോരോ കാര്യങ്ങളാണ് മാം അത്ര വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ താങ്ക് യു അശ്വതി മാം. അപ്പൊ വളരെ വാല്യുബിൾ ആയിട്ടുള്ള സെഷൻ തന്നെയാണ് നമുക്ക് ഓരോ ലീഡേഴ്സിൻ്റെതും കിട്ടുന്നത്. അപ്പൊ അതിനായിട്ടുള്ള ഫീഡ്ബാക്ക് പറയാനായിട്ടുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുക. ആദ്യമായിട്ട് സുചിത്ര മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വെൽക്കം സുചിത്ര മാം, വെൽക്കം ടു ദ സ്ക്രീൻ. ഗുഡ് മോർണിംഗ് മാം. കേൾക്കണില്ലേ മാം? മാം കേൾക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഹരിത മാമിന്റെ MC നല്ലൊരു MC ആയിരുന്നു. അതേപോലെ നമ്മുടെ അശ്വതി മാം ഓരോ ക്ലാസ് എടുക്കണത് നല്ലൊരു ക്ലാസ് ആണ്. മീറ്റിങ്ങിന് ഇരുന്ന് മറ്റേ നമ്മുടെ രമ്യ മാം ആവട്ടെ, അതേപോലെ ജസീറ മാമും അശ്വതി മാമും, ഇവര് മൂന്നാളുടെ ക്ലാസ് വണ്ടർഫുൾ ക്ലാസ് ആണ്. നമുക്ക് അറിവ് കൂടുതൽ പറഞ്ഞു തരുന്ന ഓരോ ക്ലാസ്സുകളാണ്. നമുക്ക് അറിവ് ഇത് കേൾക്കുന്തോറും നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. അപ്പോ ഇന്ന് നമ്മുടെ അശ്വതി മാം പറഞ്ഞ ക്ലാസ്സിന് വളരെ വളരെ താങ്ക്സ് പറയണു. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു സുചിത്ര മാം. നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു മാമിന്റെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അശ്വതി മാമിന്റെ സെഷൻ നല്ല വാല്യുബിൾ സെഷൻ ആയിരുന്നു. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെ നമ്മൾ പ്ലാൻ കൊടുക്കണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മാം പറഞ്ഞു തന്നു. അതേപോലെ തന്നെ MC ചെയ്ത ഹരിത മാം നല്ല രീതിയിലാണ് MC കൈകാര്യം ചെയ്തത്, പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്തതാണ്. അപ്പൊ അതിന് മാമിന് ഒരു താങ്ക്സ് പറയുന്നു. അടുത്തതായിട്ട് നമുക്ക് അലമേലു മാമിനെ വെൽക്കം ചെയ്യാം. അലമേലു മാം, വെൽക്കം മാം. റിച്ച് മോർണിംഗ് ടു ആൾ. ഓഡിബിൾ തന്നെ? ക്ലിയർ இருக்கா? ஓகே மேம். ஓகே, தேங்க் யூ மேம். ஸோ நல்ல ஒரு ஹரிதா மேம் நல்ல ஒரு MC, நல்ல கோஆர்டினேஷனோட இருந்தது. வண்டர்ஃபுல் MC. அதே போல நம்ம அஸ்வதி மேமோட சொல்லவே வேண்டாம், கிரேட் லீடர் தான் அவங்க, இல்லையா? நம்ம எல்லாருக்குமே அவங்க இன்னைக்கு சொல்லி கொடுத்தது நம்ம சரியா பார்க்க போனா வந்தே பாரத்ல உட்காந்து அந்த ஸ்பீட்ல நம்ம டெஸ்டினேஷன்ல எத்தினா மாதிரி தான். அப்படியே அந்த ஸ்பீட்ல அவங்க சொல்லிட்டே போனாங்க. பட் ஒரு பாயிண்ட் நமக்கு அறிவு கொடுக்கறதாக இருந்தது. எப்படி நம்ம செய்யணும், நம்ம சக்சஸ் ஆகிறதுக்கு சேல்ஸ் க்ளோஸ் ஆகி நம்ம சக்சஸ் ஆகிறதுக்கு என்னெல்லாம் ப்ராசஸ்ன்னு அவங்க சொல்லி கொடுத்தாங்க. அவ்வளவு கிளியரா இருந்தது. ஆனா ரொம்ப நல்ல கிளாஸா இருந்தது. நம்ம எப்படி டைமை யூட்டிலைஸ் பண்ணணும், டைமை வேஸ்ட் பண்ணாம நம்ம அதை யூஸ் பண்ணணும். அந்த ஒரு டைமும் நம்ம தேவையில்லாத வேலையை பண்ணாம நமக்கு என்ன தேவையோ, எங்க நமக்கு யூஸ்ஃபுல்லா ஆகுமோ அந்த விஷயத்த நம்ம பண்ணினா நமக்கு சக்சஸ் கண்டிப்பா இருக்குன்னு சொல்லி கொடுத்தாங்க. இன்னத்த ரொம்ப நல்ல செஷன் இருந்தது அஸ்வதி மேமோடது. நல்லா புரிஞ்சது, கிளியரா இருந்தது. வேற ரொம்ப தேங்க்ஸ் அஸ்வதி மேம், ரொம்ப நல்லா இருந்தது. தேங்க்யூ ஆல். താങ്ക് യു അലമേലു മാം. നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു മാമിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോ മാമിന് അടുത്ത റാങ്കൊക്കെ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഷീജ മാമിനെ വെൽക്കം ചെയ്യാം. ഷീജ മാം. താങ്ക് യു അനിത മാം. നല്ലൊരു MC ആയിരുന്നു. ഇതുവരെയൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹരിത മാമിൻ്റെത്. അതുപോലെ അത് ഏറ്റെടുത്ത് ചെയ്യണ അനിത മാമിനും ഒരു താങ്ക്സ് പറയണം. അതേപോലെ ഇന്ന് നമുക്ക് അശ്വതി മാം പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ എല്ലാവർക്കും പറഞ്ഞു തരുമല്ലോ ഇതുപോലെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഡെയിലി ക്ലാസ് കേൾക്കണം. ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഡെയിലി ക്ലാസ് കേൾക്കുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ചെയ്യണം എന്നുള്ളതുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യണ്ടോ എന്നുള്ളതിലാണ് നമ്മുടെ വിജയം എന്നുള്ളതാണ് അല്ലെ. പിന്നെ ഞാൻ ഈ കുറച്ചിടെയായിട്ട് മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ടോ, എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത. ഇന്ന് അശ്വതി പറഞ്ഞതിൽ ആ പോയിന്റ് ഉണ്ടായിരുന്നു. സ്വയം നമ്മൾ റിയലൈസ് ചെയ്യാം നമ്മൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. നമ്മളത് റിയലൈസ് ചെയ്ത് ഇത് തിരുത്തണം എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണോ, അന്ന് തൊട്ടാണ് നമ്മുടെ വിജയം എന്നുള്ളത്. നമ്മുടെ ഓരോ ലീഡേഴ്സും ഗ്രേറ്റ് വേർഡ്സ് ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നല്ല ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ട്. ഇത് വന്നിട്ട് വെറും വരുമാനത്തിനുള്ളത് മാത്രമല്ല, വ്യക്തിത്വത്തിൽ വരുന്ന വലിയൊരു മാറ്റങ്ങൾ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫിജിക്കാട്ടിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ഹാപ്പിനെസ്. ഞാൻ എവിടേക്കോ പകുതി ചെയ്തു വെച്ച കാര്യങ്ങൾ, ഓർഡർ ഇല്ലാതെ എഴുതി വെച്ച കാര്യങ്ങൾ,
ഇതിങ്ങനെ തേടിയും തെരഞ്ഞും ഇത് ചെയ്ത് അങ്ങനെ എന്താ പറയാ ഒരു ഫുൾഫിൽനെസ് ഇല്ലാതെ എവിടേക്കോ എന്തൊക്കെയോ ആയിരുന്ന ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായിട്ട് അതിനൊരു ഓർഡർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിന് ഓരോ ലീഡേഴ്സിനോടും പ്രത്യേകം നന്ദി പറയണം. അതുപോലെ ഈ ഒരു അവസരം എൻ്റെ തന്നത് സരസ്വതി മാമാണ്. തന്നത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ ഏറ്റെടുത്ത വ്യക്തികൾ അത് കൃത്യമായിട്ട് ഞാൻ എന്തിനിതിൽ വന്നു എന്നുള്ളത് നമുക്ക് ആർക്കും ബിസിനസ് ചെയ്ത് ശീലമുള്ള ആൾക്കാരല്ല. പക്ഷെ അതിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ലീഡേഴ്സ് പറയുന്ന ഓരോ വേർഡും പെർഫെക്റ്റ് ആണ്. അവരുടെ എക്സ്പീരിയൻസിലാണ് അത് പറഞ്ഞു തരുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സക്സസ് ആകാൻ പറ്റും. ഇപ്പൊ അശ്വതി മാം പറഞ്ഞ ആ കോട്ടിങ് എല്ലാം വന്ന് വളരെ വാല്യുബിൾ ആണ്. നമ്മൾ പോയി പേഴ്സൺസിന്റെ അടുത്ത് പറയുമ്പോഴൊക്കെ നല്ലൊരു